പകൽ വാർത്ത തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. നിങ്ങൾ എത്ര സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും? ഒരു 10 മിനിറ്റ് താഴെ. 4 മണി കഴിയുമ്പോൾ തന്നെ ഞങ്ങളോട് ഇറങ്ങി. 4 മണിക്കാണ് ചേട്ടൻ അവിടെ എത്തുന്നത്. ചേർത്തല ജൈനമ്മ കൊലപാതക കേസിൽ സൈക്കോ കില്ലർ സെബാസ്റ്റ്യനെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തുവിട്ട ന്യൂസ് 18. കൊലപാതക ശേഷം ഒരു കുപ്പി മദ്യം 10 മിനിറ്റ് കൊണ്ട് കുടിച്ചു തീർത്തു. മൃതദേഹം വീട്ടിൽ കിടത്തി സ്വർണം പണയം വെക്കാൻ പുറത്തുപോയി. കിട്ടിയ പണം കൊണ്ട് ഫ്രിഡ്ജ് വാങ്ങിയെന്നും ഒപ്പമുണ്ടായിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ മനോജ്. നടൻ രമേശ് പിഷാരടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും. തൃപ്പൂണിത്തുറയിൽ സിറ്റിംഗ് MLA കെ ബാബുവിന് പകരം പിഷാരടിയെ പരിഗണിച്ച് കോൺഗ്രസ്. ആശയവിനിമയം നടത്തിയെന്ന് സൂചന. രാജു പി നായരും തൃപ്പൂണിത്തുറയിൽ പരിഗണനയിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MP മാർ മത്സരിക്കേണ്ടെന്ന് VM സുധീരൻ. പ്രതികരണം മന്ത്രിക്കുപ്പായം തുന്നിയിരിക്കുന്ന MP മാരെ കുറിച്ചുള്ള ന്യൂസ് 18 വാർത്തയോട്. ഡൽഹി മുഖ്യമന്ത്രി രേഖാ ശർമ്മയുടെ മുഖത്തടിച്ച ജനസമ്പർക്ക പരിപാടിയിൽ പരാതി നൽകാനെത്തിയ ആൾ. അക്രമി രാജേഷ് സക്കറിയ പിടിയിൽ. മൃഗസ്നേഹിയായ രാജേഷ് അക്രമം കാട്ടിയത് തെരുവ് നായ്ക്കൾക്കെതിരായ സർക്കാർ നടപടികളിൽ പ്രതിഷേധിച്ചെന്ന് അമ്മ. പറവൂരിൽ വീട്ടമ്മ ജീവനൊടുക്കിയത് മുൻ പോലീസുകാരന്റെ ഭാര്യയുടെ നേതൃത്വത്തിലെ വട്ടിപ്പലിശ സംഘത്തിന്റെ ഭീഷണിയെ തുടർന്ന്. $10 ലക്ഷത്തിന് പകരം 30 ലക്ഷം മടക്കി നൽകിയിട്ടും ഭീഷണി തുടർന്നു. ആത്മഹത്യാക്കുറിപ്പിൽ ഗുരുതര ആരോപണങ്ങൾ. കേസെടുത്ത് പോലീസ്. പലിശയ്ക്ക് പണം നൽകിയ ബിന്ദുവും ഭർത്താവ് പ്രദീപും ഒളിവിൽ. കോഴിക്കോടുണ്ടായിട്ടും യൂത്ത് കോൺഗ്രസ് പരിപാടിയിൽ ചാണ്ടി ഉമ്മൻ പങ്കെടുക്കാത്തതിൽ DCC നേതൃത്വത്തിന് പരാതി. ചർച്ചയായപ്പോൾ DCC ഓഫീസിലെത്തി പ്രസിഡന്റിനെ കണ്ട് തെറ്റിദ്ധാരണ പരിഹരിച്ച് ചാണ്ടി. യുവജന സമ്പർക്ക യാത്രയിൽ പങ്കെടുക്കാമെന്ന് ഏറ്റിരുന്നില്ലെന്ന് വിശദീകരണം. ഒരു കുട്ടിക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതോടെ ആശങ്ക ഇരട്ടിച്ചു. ചേളാരി സ്വദേശിനിയായ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. ജാഗ്രതയിൽ ആരോഗ്യവകുപ്പ്. മരിച്ച താമരശ്ശേരി സ്വദേശിനിയുടെ സഹോദരിയുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. വാർത്തകൾ വിശദമായി. ജൈനമ്മ വധക്കേസിലെ നിർണായക വിവരങ്ങൾ പുറത്തുവിട്ട ന്യൂസ് 18. കേസിലെ നിർണായക സാക്ഷിയായ ഓട്ടോ ഡ്രൈവർ മനോജിന്റെ വെളിപ്പെടുത്തലാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. ജൈനമ്മ കൊല്ലപ്പെട്ടുവെന്ന് അന്വേഷണ സംഘം കരുതുന്ന ദിവസം പള്ളിപ്പുറത്തെ വീട്ടിലെത്തിയ ഏക സാക്ഷിയാണ് മനോജ്. സെബാസ്റ്റ്യന്റെ ആവശ്യപ്രകാരം മദ്യവുമായാണ് വീട്ടിലെത്തിയത്. സെബാസ്റ്റ്യൻ ജൈനമ്മയുടെ സ്വർണമാല പണയം വെച്ചതും തന്റെ പേരിലാണെന്ന് മനോജ് സമ്മതിക്കുന്നു. പിന്നീട് വിൽപ്പന നടത്താനും സഹായിച്ചു. 2024 ഡിസംബർ 23-ന് മനോജ് സെബാസ്റ്റ്യന്റെ വീട്ടിലെത്തിയപ്പോൾ ജൈനമ്മയുടെ മൃതദേഹം അകത്തുണ്ടായിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. കൊലപാതക വിവരം താൻ അറിഞ്ഞിരുന്നില്ലെന്നും അന്ന് വൈകിട്ട് 4 മണി മുതൽ രാത്രി വരെ വൈകി ഏറ്റുമാനൂരിലെ വീട്ടിലേക്ക് പണയം വെച്ച പണം ഉപയോഗിച്ച് വാങ്ങിയ ഫ്രിഡ്ജുമായി സെബാസ്റ്റ്യൻ എത്തും വരെയും താൻ കൂടെ ഉണ്ടായിരുന്നുവെന്നും മനോജ് സ്ഥിരീകരിക്കുന്നു. ന്യൂസ് 18 ബിഗ് എക്സ്ക്ലൂസീവ്. ഇവിടുത്തെ പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ വാങ്ങിയ പ്രോപ്പർട്ടിയാണോ പറഞ്ഞിട്ടുണ്ട്? ഇവിടെ ലാസ്റ്റ് ഞാൻ ചോദിക്കട്ടെ, ജൈനമ്മ കേസിനകത്ത് ആകപ്പാട് അന്നത്തെ ആ സ്പോട്ടിൽ വന്നിട്ടുള്ള ആളെ ചേട്ടൻ മാത്രമാണല്ലോ. അയാൾ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ? ഡേറ്റ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഏത് ഡേറ്റ്? ഡിസംബറിൽ തന്നെയാണോ? ഡിസംബർ 23-ാം തീയതിയാണ് ചെല്ലുന്നത്. എപ്പോഴാണ് ചെന്നത്? ഇയാൾ എന്ത് വിളിച്ചു പറയട്ടെ എന്നാ? കുപ്പി അടിച്ചോണ്ട് നിങ്ങൾ എന്നിട്ട് വീട്ടിൽ കയറ്റുമോ നിങ്ങളെ? എന്ത് പറഞ്ഞു വിട്ട്? അവിടെ അടച്ചിട്ടേക്ക് വരുന്നത് കരയൊക്കെ അടച്ചിട്ടേക്ക് വരും. സൈഡിൽ കയറാം. തേങ്ങ വീടാൻ നോക്കുന്നു പറഞ്ഞു. അന്നേരം അത് പോയി
വണ്ടി കയറി പോന്നു. എപ്പോഴും ഇയാളിത് വിളിച്ചു പറയുന്നത്? ചേട്ടൻ എന്തെങ്കിലും അസ്വാഭാവികത തോന്നിയോ? എനിക്ക് വേറെ പ്രത്യേകിച്ച് ഞാൻ സാധാരണ അങ്ങനെയൊക്കെ തന്നെയാണ്. വേറെ ഇതിനെ കുറിച്ച് വേറെ ഇപ്പോഴല്ലേ നമുക്ക് ഇതിനെ കുറിച്ച് അറിയണത്. അല്ലാണ്ട് നമുക്ക് പോലീസിന് കണക്കൂട്ടി ഡിസംബർ 23 രാത്രി മരണപ്പെട്ടു അന്നാണ് ഞാൻ ചെന്നത്. അല്ലേ? അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 2 പ്രാവശ്യം ചെന്നിട്ടുണ്ട്. എന്താ സ്വർണ്ണം പണയം വെക്കാൻ അന്നാണ് വന്നത്. അന്നപ്പോ എനിക്ക് ഒരു ഏറ്റുമാനൊരു വീട് കൊണ്ടുപോകണമെന്ന് പറയാം. ഏറ്റുമാന ഫ്രിഡ്ജുമായിട്ട് പോകണമെന്ന് പറയാനുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇയാളോട് ഞാൻ പണയം വെക്കാൻ തന്നെ. ഫ്രിഡ്ജ് മേടിക്കാനാണ് പണയം വെക്കാനെന്നാണ് അയാൾ പറഞ്ഞത്. അന്നേരം അവിടെ ചെന്നപ്പോൾ വേറെ അടിയിട്ടില്ല. എന്തെങ്ങനെ വെക്കണം? അപ്പൊ എനിക്ക് പരിചയമുള്ള ബാങ്ക് 4000 എനിക്ക് പരിചയമുള്ള. അങ്ങനെ അവിടെ കൊണ്ടു അന്നേരം പറയുന്ന സംഭവം അടിയില്ലാണ്ട് വെക്കാൻ പറ്റിയാണ്. പക്ഷെ അവരെന്നിട്ട് വാങ്ങിയല്ലോ സ്വർണ്ണം. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ വെക്കാം. അല്ല എന്റെ വീട്ടിൽ വെക്കുമല്ലോ. നമുക്ക് ആ ഓട്ടം കിട്ടുന്ന അത് സ്ഥിരമായിട്ട് ഓട്ടം വിളിക്കാറുണ്ടോ? ഞാൻ വരാൻ തന്നെ വിളിക്കാറ്. എങ്ങോട്ടേക്കാണ് പോകുന്നത്? അങ്ങനെ പോണ ഇവിടെ അവരുടെ വീട്ടിലാണ് പോകുന്നത്. ഏറ്റുമാനൂർ ഒരു 2-3 പ്രാവശ്യം ഇത്രയും വലിയ സംഭവമാണെന്ന് കരുതിയോ? ഈ പ്രായമുള്ളൊരു മനുഷ്യനല്ലേ ഇങ്ങനെയൊക്കെ ആകുന്നുള്ള പ്രതീക്ഷ നമുക്കില്ല. ഇത് കഴിഞ്ഞിട്ടല്ലേ ഇത്രയും പ്രശ്നങ്ങൾ. ഇയാൾ ജൈനമെ കൊണ്ടുവരുന്നത് എന്തായാലും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. കാരണം ജൈനമ ഇവിടെ വരുന്ന ഇയാളുടെ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. എനിക്ക് അവര് പെണ്ണിനൊക്കെ അറിയാവുന്നത്, കൊച്ചിനൊക്കെ അറിയാം. നമ്മൾ ആ ഒരു വേറെ പെണ്ണെ കണ്ടാൽ നമ്മൾ ചോദിക്കും. എന്റെ വണ്ടികളൊന്നും ഇതിനൊന്നും തോന്നുന്നു. ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലമാണെന്ന് പറയുന്നുണ്ട്. സ്ഥിരമായിട്ട് വന്ന ഇവിടെ മൊത്തം അവിടെ കയറുകട വരെ പിന്നീട് കേന്ദ്രം പ്രൈവറ്റ് ബസ്സൊക്കെ നേരത്തെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഈ സ്വർണം കൊണ്ട് തന്നിട്ട് ഇയാൾ എന്ത് പറഞ്ഞു? ഞാനായിട്ടല്ലേ പോയി പറയാൻ ഇവിടെ വന്നോ സെബാസ്റ്റ്യൻ? അന്ന് തന്നെ അപ്പൊ തന്നെ വീടും പൂട്ടി ഇറങ്ങുമായിരുന്നു. ഞാൻ ചെന്നപ്പോ സാധനം മേടിക്കേണ്ട ചെല്ലണമാണ്. അല്ലെങ്കിൽ മേടിക്കേണ്ടി വരാമോ? ഞാൻ മേടിക്കേണ്ടി വരുന്നത് വീടിനകത്തിരുന്നാണ് അടിച്ചത്? അല്ല, പുറത്തിരുന്ന് വീട് പൂട്ടിയിട്ടേ ഇതിൽ റെഡിയായി നിൽക്കുകയാണ്. പാലിക്കട്ടൊക്കെ പോരായിട്ട് റെഡിയായി. സന്ധ്യക്കാ ചെല്ലുന്ന? 4 മണി കഴിഞ്ഞപ്പോ. ഇയാൾ എവിടെയെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ ഇയാളുടെ കാര്യങ്ങള്? പിടിയും കൊട്ടുന്നത് ഈ മനുഷ്യനായ ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ കാല് കൊണ്ട് പഴുത്തില്ല. ഞാനാ പിടിച്ച് ചെക്കനൊക്കെ തരുന്നത്. അത്ര ആരോഗ്യമില്ലാത്ത ആളെ പോലെ ഇതിന്റെ ഈ ഉള്ളമാവില് പുഴുങ്ങി പുഴുവെടുത്തിരിക്കണ ഇതാ ഈച്ചപ്പുഴുവില് അതൊക്കെ എടുത്ത് അങ്ങനെ തുറന്നിരിക്കണോ അതുപോലത്തെ മനുഷ്യൻ. അപ്പൊ നമ്മൾ പ്രായമുള്ള ഒരാളല്ലേ, നമ്മൾ 10 വയസ്സൊന്നും നമ്മൾ വിളിച്ച് കയറ്റിയിട്ട് വിടുന്നതല്ലേ. ഇങ്ങനെ ഒരാളാണെന്നുള്ളത് മദ്യം മേടിച്ചുകൊണ്ട് തരാനൊക്കെ പറയുമ്പോൾ നിങ്ങളെ നല്ല അടുപ്പമുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ തന്നെ ചേരുകയാണ്. ശരണ്യ, നിർണായക വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. ഈ ഓട്ടോ ഡ്രൈവർ മനോജിന്റെ വെളിപ്പെടുത്തലിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അത്രത്തോളം ക്രൂരനായിരുന്നു ഇയാൾ എന്നുള്ളതാണ്. ആ മൃതദേഹം കൊലപാതക ശേഷം മൃതദേഹം അവിടെ കിടത്തിയ ശേഷം ആ സ്വർണ്ണാഭരണം കൊണ്ടുപോയി പണയം വയ്ക്കുന്നു. ഫ്രിഡ്ജ് വാങ്ങി അന്ന് തന്നെ വീട്ടിലേക്ക് വരുന്നു. എന്താണ് മനസ്സിലാക്കേണ്ടത്? അശ്വതി, ജയനമ്മ കൊലക്കേസിലെ നിർണായകമായ വെളിപ്പെടുത്തലാണ് മനോജിലൂടെ പുറത്തേക്ക് വരുന്നത്. അന്വേഷണ സംഘം മനോജിനെ നേരത്തെ തന്നെ ചോദ്യം ചെയ്തിരുന്നു. ഈ കേസിലെ, അതായത് ജയനമ്മ ഏറ്റുമാനൂർ സ്വദേശിയായ ജയനമ്മ കൊല്ലപ്പെട്ട കേസിലെ മുഖ്യ സാക്ഷിയാണ് മനോജ് എന്നുള്ളതാണ്. മനോജ് പറയുന്നത് അന്വേഷണ സംഘത്തിന് മുന്നിൽ അയാൾ നൽകിയ വിവരങ്ങളാണ്. കഴിഞ്ഞ ദിവസം, അതായത് ഈ കഴിഞ്ഞ ഡിസംബർ 23-നാണ്, അതായത് 2024 ഡിസംബർ 23-നാണ് ജയനമ്മ കൊല്ലപ്പെട്ട അന്വേഷണ സംഘം കരുതുന്നത്. ആ ദിവസം സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ, നമുക്കറിയാം നേരത്തെ തന്നെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിയ വ്യക്തി കൂടിയാണ് മനോജ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മനോജിന്റെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതുമാണ് ഈ കേസിൽ. മനോജ് അന്ന് 4 മണിയോടുകൂടി മനോജിനെ ചേർത്തലയിലെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും സെബാസ്റ്റ്യൻ വിളിച്ചു വരുത്തുന്നു. അവിടെ എത്തി മദ്യം വാങ്ങിക്കൊണ്ടുവരാനാണ് നിർദ്ദേശം നൽകുന്നത്. 4 മണിയോടെ പള്ളിപ്പുറത്തെ വീട്ടിൽ താൻ എത്തി എന്നുള്ളതാണ്. ഈ 2024 ഡിസംബർ 23 ജയനമ്മ 3 മണിക്ക് മുമ്പായി കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അങ്ങനെയാണെങ്കിൽ മനോജ് പള്ളിപ്പുറത്തെ വീട്ടിലെത്തുമ്പോൾ ആ മൃതദേഹം ആ വീടിനകത്തുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം, അത്തരത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. പക്ഷേ അങ്ങനെ മനോജ് ഈ മൃതദേഹം കണ്ടതായിട്ടുള്ള യാതൊരുവിധ കാര്യങ്ങളും അന്വേഷണ സംഘത്തോട് പങ്കുവച്ചിട്ടില്ല. മനോജ് നമ്മളോടും പറഞ്ഞത് അത് തന്നെയാണ്. താൻ ഇങ്ങനൊരു കൊലപാതകം നടന്നു എന്നുള്ള വിവരം സംബന്ധിച്ച് തനിക്ക് യാതൊന്നും അറിയില്ല. പക്ഷേ താൻ മദ്യം മേടിച്ചുകൊണ്ട് എല്ലാം പറഞ്ഞു. അതിനനുസരിച്ച് മദ്യം മേടിച്ചുകൊണ്ട് ചെന്നു. വീട് പൂട്ടി പാൻസും ഷർട്ടും ധരിച്ച് പോകാൻ തയ്യാറായാണ് സെബാസ്റ്റ്യൻ നിന്നിരുന്നത് എന്നുള്ളതാണ്.
കൊണ്ടുചെന്ന മദ്യം 10 മിനിറ്റ് കൊണ്ട് വീടിന്റെ തെക്ക് ഭാഗത്തായുള്ള വരാന്തയിൽ ഇരുന്ന് കുടിച്ചു തീർത്തു എന്നുള്ളത് അയാൾ വ്യക്തമാക്കുന്നു. അതിനുശേഷം വാഹനത്തിൽ കയറി പോകുന്ന ഒരു പണയ പരിപാടി ഉണ്ട് എന്നുള്ളതാണ് മനോജിനോട് പറയുന്നത്. തുടർന്ന് മനോജ് ഓട്ടോറിക്ഷയിൽ ഇയാളെ ടൗണിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ വെച്ച് കുന്നത്ത് ഫിനാൻസിൽ ഈ സ്വർണം പണയം വെക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ സെബാസ്റ്റ്യൻ പറഞ്ഞ് തൻ്റെ കയ്യിൽ ID പ്രൂഫ് ഇല്ല എന്ന് പറയുന്നു. ഈ സെബാസ്റ്റ്യനുമായി നേരത്തെ തന്നെ ബന്ധമുള്ള ആളാണ്. കാരണം ഇയാൾ സ്ഥിരമായി ഓട്ടോ സ്റ്റാൻഡിൽ ചേർത്തലയിൽ ഇരുമ്പ് പാലത്തിന്റെ ഓട്ടോ സ്റ്റാൻഡിൽ വരും. അവിടെയുള്ള ഓട്ടോറിക്ഷക്കാർക്ക് ഇയാളെ നല്ല പരിചയമാണ്. മനോജ് സ്ഥിരമായി ഓട്ടം പോകുന്ന ആളുമാണ് ഇയാളുടെ. അതുകൊണ്ട് തന്നെ ഏറ്റുമാനൂർ അതായത് ഇപ്പൊ താമസിക്കുന്ന ഏറ്റുമാനൂരാണല്ലോ, അപ്പൊ ചേർത്തലയിൽ വന്നിട്ട് ഏറ്റുമാനൂർ വരെ കൊണ്ടാക്കുകയൊക്കെ ചെയ്യാറുണ്ട്. മദ്യസൽക്കാരം ഉൾപ്പെടെ ഇയാൾ നടത്തുകയും സെബാസ്റ്റ്യൻ നടത്തുകയും ചെയ്യാറുണ്ട്. ഈ മനോജിനോട് പറഞ്ഞു തൻ്റെ ID കാർഡ് ഇല്ല, കൈവശമില്ല, അതുകൊണ്ട് മനോജിന്റെ പേരിൽ സ്വർണം പണയം വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മനോജ് ഈ ജൈനമ്മയുടെ 3 പവൻ സ്വർണം പണയം വെച്ചു എന്നുള്ളതാണ്. അതിനുശേഷം അത് ഡിസംബർ 23-നാണ് പണയം വെച്ചതെന്ന് മനോജ് നമ്മളോട് സ്ഥിരീകരിച്ചു. ഡിസംബർ 30-ന് ഈ സ്വർണം മനോജിനെ കൊണ്ട് തന്നെ എടുപ്പിക്കുന്നു. ജുവലറി ഉടമയിൽ നിന്ന് നമ്മൾ നേരത്തെ പുറത്തുവിട്ട വെങ്കടേശ്വർ ജുവലറി ഉടമ സദാശിവന്റെ വാക്കുകൾ ശരിവെക്കുന്ന രീതിയിൽ ജുവലറി ഉടമയുടെ സാന്നിധ്യത്തിൽ അത് എടുത്തു. ഈ വെങ്കടേശ്വർ ജുവലറിയിൽ ഇത് വിറ്റു എന്നുള്ള സ്ഥിരീകരണം കൂടി നടത്തുന്നു. ഈ 23-ാം തീയതി സ്വർണം പണയം വെച്ച ശേഷം ആ സ്വർണം അയാൾ പൈസ അയാൾ ഉപയോഗിച്ചത് ടൗണിൽ തന്നെ എത്തി ഉള്ള ഒരു ഗൃഹോപകരണങ്ങൾ വിൽക്കുന്ന കടയിൽ നിന്ന് ഒരു ഫ്രിഡ്ജ് വാങ്ങാനായി ആ പണം ഉപയോഗിച്ചു എന്നുള്ളതാണ്. നേരത്തെ ക്രൈംബ്രാഞ്ച് സംഘം ഈ കടയിലെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. അത് സ്ഥിരീകരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് മനോജ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അവിടുന്ന് ഈ ഫ്രിഡ്ജുമായി ഏറ്റുമാനൂരേക്ക് രാത്രി വൈകി പോകുന്നവരെയും സെബാസ്റ്റ്യന്റെ കൂടെ താൻ ഉണ്ടായിരുന്നു എന്ന് അയാൾ വ്യക്തമാക്കുന്നു. മാത്രമല്ല ഒരു ഭാവഭേദവും സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം മനോജ് പറയുന്നുണ്ട്. തങ്ങളുടെയൊക്കെ മുന്നിൽ ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളായിട്ടാണ് ഇയാൾ ഇരുന്നത്. പക്ഷെ അന്വേഷണ സംഘം മനോജിനോട് തന്നെ പറഞ്ഞിരുന്നു, നിങ്ങൾ അവിടെ എത്തിയ സമയത്ത് അവിടെ ജൈനമ്മയുടെ മൃതദേഹം ആ വീടിനകത്ത് ഉണ്ടായിരുന്നു എന്ന് തന്നോട് പറഞ്ഞിരുന്നു എന്ന് അന്വേഷണ സംഘം പറഞ്ഞിരുന്നു എന്ന് മനോജ് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ മനോജ് പിന്നീട് അന്വേഷണ സംഘം ആദ്യം മനോജിനെ സംശയിച്ചെങ്കിലും പിന്നീട് അന്വേഷണ സംഘം നടത്തിയ ഒരു ശാസ്ത്രീയമായ തെളിവെടുപ്പുകളിൽ മനോജ് അവിടെ എത്തിയിട്ടുള്ളത് 4 മണിക്ക് ശേഷമാണ് എന്നുള്ളത് ടവർ ലൊക്കേഷൻ അടക്കം തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനോജിനെ ഈ കൊലപാതക വിവരം അറിയിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളൊരു അനുമാനത്തിൽ തന്നെയാണ് ഈ കേസിലെ മുഖ്യ സാക്ഷിയായി മനോജ് മാറുന്നു എന്നുള്ളതാണ്. സെബാസ്റ്റ്യൻ ജൈനമ്മയെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞ ദിവസം അവിടെ എത്തിയതും, അതായത് പള്ളിപ്പുറത്തെ ആ കൊലപാതകം നടന്നുവെന്ന് അന്വേഷണ സംഘം കരുതുന്ന വീട്ടിലെത്തിയതും സെബാസ്റ്റ്യനുമായി അന്ന് രാത്രി വൈകി വരെയും സഞ്ചരിക്കുകയും ചെയ്ത മനോജാണ് നമ്മളോട് നിർണായക വിവരങ്ങൾ പങ്കുവച്ചിട്ടുള്ളത്. അശ്വതി, അതാണ് ശരണ്യ തന്നെ മനോജിനോട് സംസാരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ഒരു ഘട്ടത്തിലും നിങ്ങൾക്കൊരു സംശയവും ഇയാളുടെ മേൽ തോന്നിയില്ലേ എന്ന്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ വരെ ഉള്ള ആളാണ്, അല്ലെങ്കിൽ ഇത്രയും പ്രായമായ ഒരാളെ നമ്മൾ അങ്ങനെ കാണണോ എന്നായിരുന്നു മറുപടി. അതിക്രൂരനായ വ്യക്തിയാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ട്. ഈ ജൈനമ്മയെ അകത്ത് കൊലപ്പെടുത്തിയിട്ട ശേഷം അവരുടെ സ്വർണ്ണാഭരണങ്ങളുമായി ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ സഞ്ചരിച്ചു എന്നുള്ളതാണ് ഈ ഇപ്പോൾ സാക്ഷിയായി പറയുന്ന മനോജിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല മനോജ് ആ വീട്ടിലേക്ക് സ്ഥിരമായി ചെല്ലാറുള്ള ആളാണെന്ന് മനോജ് പറയുന്നുണ്ട്. വീടിനകത്ത് ആകെ ഒരു വെട്ടരുവ മാത്രമാണ് ഇരിക്കുന്നത്, മറിച്ച് വേറെ മറ്റ് സാധനങ്ങളൊന്നുമില്ല. ഇവർ സ്ഥിരമായിട്ട് അവിടെ കൂടുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. തേങ്ങ ഇടാൻ പോലും അവിടെ തേങ്ങ പൊതിക്കാൻ പോലും ഒരു പാര പോലും ഇല്ലാത്ത വീടാണ്. അവിടെ അത് അവർ അടിച്ചു പൊട്ടിച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ അവിടെ സ്ഥിരമായി എത്തുന്ന ആളുകളാണ് എന്നുള്ളത് മനോജിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പക്ഷേ ഇത് മനോജിനോട് പോലും ഈ കാര്യങ്ങൾ സെബാസ്റ്റ്യൻ പങ്കുവച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്നത്. അത് നമുക്ക് അയാൾ ഈ സംഭവങ്ങൾ നടത്തുമ്പോഴെല്ലാം അതീവ രഹസ്യ സ്വഭാവങ്ങൾ സൂക്ഷിക്കാറുണ്ട്. അത് അന്വേഷണ സംഘത്തിന് ഒരിക്കലും, അല്ലെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് ആളുകൾക്ക് ഇയാളുമായി ബന്ധപ്പെട്ടാണ് ഈ മിസ്സിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലും എത്താൻ കഴിയുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു രഹസ്യ സ്വഭാവം അയാൾ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് മനോജിന്റെ ഇപ്പോഴത്തെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഇനിയും ഇയാളിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ തേടുമോ എന്നറിയില്ല. പക്ഷേ അന്നത്തെ ആ നിർണായക ദിവസം സെബാസ്റ്റ്യനൊപ്പം ഉണ്ടായിരുന്ന ആളാണ് മനോജ്. ഈ കേസിൽ മുഖ്യ സാക്ഷിയായി വിവരങ്ങൾ നൽകിയ ആളാണ്. ഈ മനോജ് തന്നെയാണ് തൻ്റെ പേരിൽ സ്വർണം പണയം വെച്ചതെന്നും ജൈനമ്മയുടെ സ്വർണം മനോജ് പണയം വെച്ച രീതിയിലാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. അവിടെ നിന്നാണ് ഇയാൾ പറയുന്നത് സെബാസ്റ്റ്യൻ തൻ്റെ ഒപ്പം വന്നെന്നും ID കാർഡ് ഇല്ല എന്ന് പറഞ്ഞ് തന്നെ കൊണ്ട് പണയം വെപ്പിച്ചെന്നും. പിന്നെ സെബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തോട് സ്ഥിരമായി പറയുന്ന ഒരു വാദമുണ്ടായിരുന്നു, താൻ ഇവിടെ താമസിക്കാത്ത വീടാണ്, ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് കൊണ്ട് തന്നെ അത് ആര് കൊണ്ടിട്ടു എന്ന് തനിക്കറിയില്ല, താൻ ഇവിടെ വരാറില്ല എന്നുള്ള മറുപടിയാണ്. അത് പച്ചക്കള്ളമാണ് എന്നുള്ളത് മനോജിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓട്ടോ സ്റ്റാൻഡിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു. ഏറ്റുമാനൂരാണ് താമസിക്കുന്നതെങ്കിലും ചേർത്തലയിലെ ഓട്ടോ സ്റ്റാൻഡിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു. ഈ ഇരുമ്പുപാലത്തിന് സമീപമുള്ള ഓട്ടോ സ്റ്റാൻഡിൽ ഇയാൾ സ്ഥിരമായി വരാറുണ്ട് എന്നുള്ളത്
മനോജ് തന്നെ വ്യക്തമാക്കുന്നു, അവിടെയുള്ള മറ്റാളുകളും വ്യക്തമാക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു കസേര അവർ കാണിച്ചു. ഈ കസേരയിലാണ് വന്ന് ഇവിടെ ഇരിക്കാറുള്ളത്. ഇവിടെ ഇരുന്ന് വിശേഷങ്ങൾ ചോദിക്കും. പലപ്പോഴും വാഹനം ഓട്ടം വിളിച്ചുകൊണ്ട് പോകും. ഇവർ പലരും അവരുടെ വീട്ടിൽ ചെല്ലാറുമുണ്ട്. അങ്ങനെ ആ രീതിയിൽ നടക്കുന്നതാണ്. കാലിന് ഈ ഷുഗർ ബാധിതനായതുകൊണ്ട് തന്നെ, പ്രമേഹ ബാധിതനായതുകൊണ്ട് തന്നെ കാലിന് നല്ല മുറിവുണ്ട്. ഈ മുറിവൊക്കെ വെച്ചിട്ട് ഇയാൾ എങ്ങനെ ഇത് ചെയ്തു എന്നുള്ള ഒരു പേടിപ്പിക്കുന്ന രീതിയിലാണ് മനോജ് വ്യക്തമാക്കുന്നത്. കാരണം മനോജ് പറയുന്നത് തനിക്ക് ഉറങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ ഭയം തോന്നുന്നു ഇപ്പോഴത്തെ ഈ കാര്യങ്ങൾ, അന്വേഷണ സംഘത്തിൻ്റെതായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്നാണ് അയാൾ പറയുന്നത്. ആ ഒരു ഞെട്ടൽ അയാൾക്ക് ഉണ്ട് താനും. പക്ഷേ ഈ പറഞ്ഞ മറ്റെന്തെങ്കിലും ഇപ്പോൾ നമ്മളോടൊക്കെ പറയുന്ന, അന്വേഷണ സംഘത്തോട് പറയുന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും രഹസ്യങ്ങൾ മനോജിന് അറിയാമോ എന്ന് ഇനിയും ഒരുപക്ഷെ വീണ്ടും പരിശോധന ഉണ്ടാവും. നിലവിൽ എന്തായാലും ഈ കേസിൽ സാക്ഷിയാക്കിയാണ് മനോജിനെ മാറ്റിയിട്ടുള്ളത്. ശരി ശരണി, എന്തായാലും അതിക്രൂരനാണ് സെബാസ്റ്റ്യൻ എന്നുള്ളതിന് കൂടുതൽ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആ സമയത്ത് ആ വീട്ടിൽ അന്നെത്തിയ മനോജ്, ഓട്ടോ ഡ്രൈവർ മനോജാണ് ഇപ്പോൾ ന്യൂസ് 8 ഇത്രയും കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ശരണ്യ സ്നേഹജനാണ് വിശദവിവരങ്ങൾ നൽകിയത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രമേശ് പിഷാരടി തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാൻ കളമൊരുങ്ങുന്നു. രാജു പി നായർ ഉൾപ്പെടെ ഇതേ സീറ്റിനായി ചരടുവലി നടത്തുന്നുണ്ട്. സിറ്റിംഗ് MLA കെ ബാബു ഇക്കുറി തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാനുള്ള സാധ്യത തീരെ വിരളമാണ്. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, കലാകാരനാണ്, ജനങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ആളാണ് രമേശ് പിഷാരടി. രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? അശ്വതി, രമേശ് പിഷാരടിയുടെ പേരും കൂടി തൃപ്പൂണിത്തുറയിൽ പരിഗണിക്കുന്നു എന്നതാണ്. കാരണം നിലവിൽ ഇവിടെ സിറ്റിംഗ് MLA ആയ കെ ബാബു അദ്ദേഹം മത്സരിക്കാനുള്ള ഒരു സാധ്യത കുറവായിട്ട് കൽപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ ഇത്തരം പേരുകൾ പരിഗണിക്കുന്നത്. രമേശ് പിഷാരടിയും അതോടൊപ്പം തന്നെ DCC ജനറൽ സെക്രട്ടറി രാജു പി നായർ ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് സജീവമായിട്ട് പരിഗണിക്കുന്നത്. ഇതിൽ രമേശ് പിഷാരടിക്ക് ഒരു മുൻതൂക്കം എന്ന് പറയുന്നത് ഒരു സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് നടൻ, അതോടൊപ്പം തന്നെ അവതാരകൻ, അതോടൊപ്പം ഈ മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ളൊരു പരിചയപ്പെടുത്തലോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല എന്നൊരു സാഹചര്യത്തിലാണ് ആ രീതിയിലേക്ക് ചില ചർച്ചകൾ പോകുന്നത്. അതോടൊപ്പം തന്നെ രാജു പി നായരുടെ പേരും വളരെ സജീവമായി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ BJPക്ക് ഒരു കഴിഞ്ഞ കുറച്ച് നാളുകളായി വോട്ട് മെച്ചപ്പെടുത്തി വരുന്നൊരു സ്ഥിതിയാണ് മണ്ഡലത്തിലുള്ളത്. അപ്പോൾ അതാണ് ഇപ്പോൾ UDF ക്യാമ്പിനെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നത്. ആ രീതിയിലുള്ള ഒരു വോട്ട് BJPക്ക് മെച്ചപ്പെടുത്തുന്നത് തടയിടാനും കുറച്ച് വോട്ട് തങ്ങളിലേക്ക് കൊണ്ടുവരാനും ഈ രമേശ് പിഷാരടിയുടെ സ്ഥാനാർത്ഥിത്വം സഹായിക്കുമെന്നൊരു വിലയിരുത്തൽ പൊതുവെയുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരടക്കമുള്ളവരെ ഇവിടേക്ക് കൊണ്ടുവരാനായിട്ട് രമേശ് പിഷാരടി സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഗുണകരമാകുമെന്നതാണ്. രമേശ് പിഷാരടി പൊതുവിൽ ഒരു കോൺഗ്രസ് സഹയാത്രികനായിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത്. വലിയ വേദികളിലെല്ലാം തന്നെ അദ്ദേഹം ഇവരോടൊപ്പം തന്നെ വേദി പങ്കിടാറുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ ഒരു ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പൊതുവിൽ ലഭിക്കുന്ന സൂചന. പക്ഷേ ഇതിലൊരു അന്തിമമായ തീരുമാനമെടുക്കേണ്ടത് രമേശ് പിഷാരടി തന്നെയാണ് എന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു തിരക്കുകളും കാര്യങ്ങളും എല്ലാം തന്നെ ചേർക്കപ്പെടുമ്പോൾ ഇതിൽ ഈ തെരഞ്ഞെടുപ്പ് പോലുള്ള ഒരു പൊതുവേദിയിലേക്ക് ഇറങ്ങപ്പെടുമ്പോൾ എത്രത്തോളം ഗുണകരമാകുമെന്നത് ചിന്തിക്കുന്നവരുമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ തീരുമാനം രമേശ് പിഷാരടിയാണ് അന്തിമമായി സ്വീകരിക്കേണ്ടത്. എങ്കിലും മറ്റു പേരുകളും എല്ലാം തന്നെ സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. രമേശ് പിഷാരടി അടുത്തിടെ എറണാകുളത്ത് വളരെ സജീവമാണ്. പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറയും കാര്യങ്ങളും എല്ലാം തന്നെ അദ്ദേഹം വളരെ സുപരിചിതനായ ഒരാൾ കൂടിയാണ്. ഇപ്പോൾ ഇവിടെയാണ് താമസിക്കുന്നതും എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെയും വളരെ സജീവമായിട്ട് അദ്ദേഹത്തിൻ്റെ പേരും കാര്യങ്ങളുമെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മണ്ഡലം കഴിഞ്ഞ തവണ വളരെ 1000 അടുത്ത വോട്ടുകൾക്ക് മാത്രമാണ് തിരിച്ചുപിടിക്കാൻ UDFന്, കോൺഗ്രസിന് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇക്കുറിയും ശക്തമായ മത്സരം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമെങ്കിൽ ഒരു താര സാന്നിധ്യം അത് ഒരു മേൽക്കൈ കൊണ്ടുവരാൻ സാധിക്കുമെന്ന പൊതുവിൽ കരുതപ്പെടുന്നുണ്ട്. ആ ഒരു മേൽക്കൈ രമേശ് പിഷാരടിയിലൂടെ നേടിയെടുക്കാൻ കഴിയുമെന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും ഇനിയും ചർച്ചകളെല്ലാം തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. കൂടുതൽ നേതാക്കന്മാരുടെയും അതോടൊപ്പം തന്നെ രമേശ് പിഷാരടിയുമായി കൂടുതൽ ആശയവിനിമയം നടത്തേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായിട്ട് തന്നെയാണ് പൊതുവിൽ ഇതിനെ കാണുന്നത്. മാത്രവുമല്ല, കോൺഗ്രസിനോട് പ്രത്യേകിച്ച് UDFനോട് അങ്ങനെ ഒരു താരപ്പകിട്ടുള്ള ഒരാൾ അങ്ങനെ കണ്ടെടുത്ത് പറയാനായിട്ട് ഇല്ല. അപ്പോൾ കൊണ്ടുവരുന്ന ഒരാൾ, പ്രത്യേകിച്ച് ഒരു യുവാക്കളെ അടക്കം സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാൾ, സ്ത്രീകളടക്കം സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാൾ കൂടിയാകുമ്പോൾ അത് തങ്ങൾക്ക് പൊതുവിലൊരു മേൽക്കൈ നേടിയെടുക്കാൻ, പൊതുവിലൊരു സ്വീകാര്യത സ്ഥാനാർത്ഥിത്വങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന ഒരു വിലയിരുത്തൽ കോൺഗ്രസിനുണ്ടാകും. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്.
എംപിമാർ നിയമസഭയിലേക്ക് മത്സരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നും പുതുതലമുറ മത്സരിക്കട്ടെ എന്നും VM സുധീരൻ. കോൺഗ്രസ് എംപിമാരിൽ പലരും നിയമസഭയിലേക്ക് മത്സരിക്കാൻ ആലോചിക്കുന്നു എന്ന ന്യൂസ് 18 വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. താൻ മത്സരത്തിനില്ല എന്ന് വ്യക്തമാക്കിയതാണ്. ഗ്രൂപ്പിസത്തിന്റെ കെടുതികൾ കേരളത്തിന് കോൺഗ്രസിന് അറിയാമെന്നും സുധീരൻ. തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ മത്സരിക്കും മത്സരിക്കില്ല എന്നൊക്കെ തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളാണ്. പുതിയ തലമുറ വരട്ടെ എന്നുള്ള അഭിപ്രായക്കാരനാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് പുതിയ തലമുറ മിടുക്കന്മാരായ നല്ലൊരു നിര വന്നിട്ടുണ്ട്. പഴയ തലമുറയുടെ ആ ഒരു അനുഭവ പശ്ചാത്തലമുള്ള അവരും പുതിയ തലമുറയിൽപ്പെട്ടവരും എല്ലാവരും ചേർന്ന് നല്ലൊരു കോമ്പിനേഷൻ, ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു നല്ലൊരു കോമ്പിനേഷൻ കേരളത്തിൽ നല്ല രീതിയിൽ വിജയിച്ചു വരും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയാണ്. അതൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന കാര്യത്തിലൊന്നും സംശയമില്ല. അത് കഴിയുന്ന നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അതിന് അനിവാര്യമായ സാഹചര്യത്തിലാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പക്ഷേ ഏതായാലും ഇതൊക്കെ സംബന്ധിച്ച് പാർട്ടി നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. അവരാ കാര്യത്തിൽ യുക്തമായ തീരുമാനമെടുക്കും. കത്ത് ചോർച്ചാ വിവാദത്തിൽ പരാതി ലഭിച്ച കാര്യം ഒരു CPM നേതാക്കന്മാരും നിഷേധിച്ചിട്ടില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. പരാതിയിൽ ഉന്നയിച്ച വിഷയങ്ങൾ ഗൌരവമേറിയത്, മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് കോൺഗ്രസ് നിലപാടെന്നും KPCC അധ്യക്ഷൻ പറഞ്ഞു. ആരും നിഷേധിച്ചിട്ടില്ല. CPM നേതാക്കന്മാർ പോലും തന്നെ ഇങ്ങനെയൊരു പരാതിയുള്ള കാര്യം ആരും നിഷേധിച്ചിട്ടില്ല. അവരുടെ വാദം എന്തായിരുന്നു? ഇത് നേരത്തെ പരാതിക്കാരൻ ഫേസ്ബുക്കിലിട്ടതാണെന്നായിരുന്നു അവരുടെ വാദം. പരാതിക്കാരൻ വിശദീകരിച്ചത് എന്താണ്? അതിന്റെ ഫ്രണ്ട് പേജ് മാത്രമേ, അതിന്റെ കവർ പേജ് മാത്രമേ, അതിന്റെ കണ്ടന്റ്സ് പ്രസിദ്ധീകരിച്ചിരുന്നില്ല. അതിന്റെ ഫ്രണ്ട് പേജ് മാത്രമാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. അത് പിന്നീട് പിൻവലിക്കുകയും ചെയ്തു. ഞങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ എന്താ, ഇതിൽ ഗവൺമെന്റ് മണി അത് മിസ്അപ്രോപ്രിയേഷൻ വിധേയമായിട്ടുണ്ട്. ആ കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. അതാണ് ഞങ്ങൾ മുന്നോട്ട്. ഈ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ ഗൌരവമേറിയതായതുകൊണ്ടാണ്. അത് എന്തുകൊണ്ട് CPM നേതാക്കന്മാർ ആ വിഷയത്തിൽ മൗനം പാലിക്കുന്നു? ഞങ്ങൾ അതിനെക്കുറിച്ചാണ് വി ആർ മോർ കൺസേൺഡ്. സർക്കാർ പണം ദുരുപയോഗം ചെയ്തു എന്ന ആക്ഷേപം ഇതിന്റെ അകത്തുണ്ട്. അതിന് ആൻസറബിൾ ആയിരിക്കണം, ഉത്തരം കിട്ടണം. കോഴിക്കോട് യൂത്ത് കോൺഗ്രസ് സമരപരിപാടിയിൽ നിന്നും ചാണ്ടി ഉമ്മൻ വിട്ടുനിന്ന വിവാദത്തിന് പിന്നാലെ DCC ഓഫീസിലെത്തി ചാണ്ടി ഉമ്മൻ. സംഭവിച്ചത് ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മാത്രമാണെന്നും ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചു. ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പേ ഉള്ളൂ, വേറൊരു പ്രശ്നമില്ല. ഞങ്ങൾ വളരെ കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പ്, ഒരു 15 ദിവസം മുമ്പ് ഞാൻ വന്ന് ഈ എന്താ പറയുക DCCയെ കുറിച്ചും ഓഫീസിനെ കുറിച്ചൊക്കെ പോസ്റ്റ് ഇട്ട് വളരെ സൗഹൃദത്തിൽ പിരിച്ചതാണ്. ഇന്നിപ്പോൾ ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പെന്നേ ഉള്ളൂ, വേറൊരു പ്രശ്നമില്ല. നമ്മൾ ഇതിനെക്കുറിച്ചൊരു തർക്കത്തിനില്ല. ഞങ്ങൾ ഒരു പ്രശ്നമില്ലാതെ പറഞ്ഞു. ഒരു ആവശ്യമില്ലാത്ത വിവാദം നിങ്ങൾ ഉണ്ടാക്കിയില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു വിവാദം നിങ്ങൾ ഉണ്ടാക്കി. ഞാൻ ഇന്നലെ സാഹചര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ടും ഞാൻ എവിടുന്നാ വന്നത്? ഒറ്റ ദിവസം യാത്ര ഞാൻ ഇവിടുന്ന് ദുബായിക്ക് പോയി, തിരിച്ച് ദുബായി 3:30 വരിക, 5 മണിക്കാണ് എൻ്റെ പോക്ക്. ഞാൻ പറഞ്ഞു. പിന്നെ അതിനെ കൂടുതൽ വിവാദം. അപ്പൊ നിങ്ങൾക്കാണ് ഇതിനകത്ത് ലക്ഷ്യമുള്ളത്. നിങ്ങൾക്ക് കോൺഗ്രസിനെ ആക്രമിക്കാൻ ഒരു വഴി ഉണ്ടാവണം. ഇതൊരു വിവാദമാക്കി നിങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് ഇനി കൂടുതലൊന്നും. തന്റെ വാക്ക് ദുർവ്യാഖ്യാനിച്ചതാണെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺകുമാറും വ്യക്തമാക്കി. വിശദീകരിക്കാൻ മാത്രം വിശ്വസിക്കും. ഞാനെന്താ പറഞ്ഞത്? വരാൻ പറ്റാത്ത സാഹചര്യം എന്താണെന്ന് അന്വേഷിക്കുന്നു. അദ്ദേഹം ഞങ്ങൾ പറഞ്ഞു, DCC വരുന്ന നേരിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു. അയാൾ വളരെ ലേറ്റ് ആയിട്ടാണ് ഇതിൽ എത്തിയത്. അതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് നോ കൺഫ്യൂഷൻ. ആ പരിപാടിയിൽ അടുത്ത ദിവസം പങ്കെടുക്കുകയും ചെയ്യും. കഴിഞ്ഞു. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായിരുന്നു. താങ്കൾ നേരിട്ട് ക്ഷണിച്ചതല്ലേ? ഞാൻ രാവിലെ ചോദിച്ചു പങ്കെടുക്കാമോ ചോദിച്ചു, പങ്കെടുക്കേണ്ടത് പറഞ്ഞു. അപ്പൊ അവരോട് പറഞ്ഞു നോക്കേണ്ടത് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റാത്തത് അതിരാവിലെ ആയിരുന്നു പരിപാടി. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന് രാവിലെ ഒരുങ്ങാനായില്ല. അതുകൊണ്ടാണ് പങ്കെടുക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. അദ്ദേഹം കരുതിയ സമയം അറിയണ്ടായിരുന്നില്ല. ഞാൻ പങ്കെടുത്ത് പറഞ്ഞിരുന്നു. പക്ഷേ ഈ സമയക്കുറവ് കൊണ്ട് പങ്കെടുക്കാൻ പറ്റിയില്ല. അത് അറിയിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി. അതേസമയം നേരത്തെ ചാണ്ടി ഉമ്മൻ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് ശരിയായില്ല എന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ തന്നെ പ്രതികരിച്ചിരുന്നു. MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനീഷ്, എന്തായാലും വലിയ വിവാദമാകുന്നതിന് മുമ്പ് തന്നെ ചാണ്ടി ഉമ്മൻ ഓഫീസിലെത്തുകയും സംസാരിച്ച് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുകയും ചെയ്തു, അല്ലേ?
തീർച്ചയായും ഒരു വലിയ വിവാദത്തിലേക്ക് കാര്യം നീങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ്. ഒപ്പം യൂത്ത് കോൺഗ്രസ് KPCC പ്രസിഡന്റിനും DCC പ്രസിഡന്റിനും AICCക്കും ഒക്കെ പരാതി നൽകുന്ന ഒരു സാഹചര്യം കൂടി എത്തിയപ്പോഴാണ് ചാണ്ടി ഉമ്മൻ വളരെ തിടുക്കപ്പെട്ട് DCC ഓഫീസിലേക്ക് എത്തുകയും K പ്രവീൺകുമാറുമായി ചർച്ച നടത്തുകയും ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. എന്തായാലും ഇത് കേവലം ഈ ഒരുങ്ങുന്നതിലൊരു അസൗകര്യമോ മറ്റ് താമസമോ ഒന്നുമല്ല, മറിച്ച് ചില ഗ്രൂപ്പ് സമവാക്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നതിന് ചാണ്ടി ഉമ്മനെ പ്രേരിപ്പിച്ചതെന്നാണ് കോൺഗ്രസിനുള്ളിൽ ഇന്ന് തന്നെ ചർച്ച. അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് ഇക്കാര്യത്തിൽ DCC പ്രസിഡന്റ് പ്രതികരിച്ചു, പിന്നീട് മണ്ഡലം പ്രസിഡന്റ് റമീസ് പ്രതികരിക്കുന്നു. അങ്ങനെ ഒരു വലിയ ഗുരുതരമായ വിഷയമായി ഇതിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഒരു റിയൽ താരങ്ങളും തമ്മിലുള്ള ഒരു മത്സരം എന്ന രീതിയിൽ പോലും രണ്ട് വിഭാഗങ്ങളായി കുറച്ച് നാളുകളായി കോൺഗ്രസിനുള്ളിൽ ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. നിലമ്പൂരിലൊക്കെ ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അടക്കമുള്ളവർ ഈ നവമാധ്യമങ്ങളുടെ പ്രചരണം ഊർജിതമാക്കുമ്പോൾ ചാണ്ടി ഉമ്മൻ പലപ്പോഴും ഓരോ വീടുകളിലും കയറി ഇറങ്ങി വോട്ട് പിടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. എന്തായാലും ആ ഒരു ശീതസമരത്തിന്റെ തുടർച്ച എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ. നേരത്തെ ചാണ്ടി ഉമ്മൻ പറഞ്ഞത് തന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നില്ല, അല്ലെങ്കിൽ താൻ ഏറ്റ പരിപാടി ആയിരുന്നില്ല, മറിച്ച് രമ്യ ഹരിദാസാണ് ഏറ്റത് എന്നാണ്. എന്നാൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കൃത്യമായി തന്നെ വ്യക്തമാക്കി. ഒരാഴ്ച മുമ്പ് തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ചാണ്ടി ഉമ്മനെ അറിയിച്ചതും അദ്ദേഹം പങ്കെടുക്കാമെന്ന് അറിയിക്കുകയും ചെയ്തതാണ്. എന്നാൽ എന്തുകൊണ്ട് ക്ഷണിച്ചില്ല എന്ന് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നു. എന്തായാലും DCC പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഇക്കാര്യങ്ങളിലൊന്നും വളരെ വിശദമായി ഒരു വിശദീകരണം നൽകിയില്ല. കാര്യങ്ങൾ പറഞ്ഞു തീർത്തു. ഞങ്ങൾക്കില്ലാത്ത ഒരു ബുദ്ധിമുട്ട്, ഞങ്ങൾക്കില്ലാത്തൊരു വിഷമം നിങ്ങൾക്ക് എന്തിനാണ്, മനഃപൂർവ്വം നിങ്ങളാണ് ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്ന വിശദീകരണമാണ് ചാണ്ടി ഉമ്മൻ നൽകിയത്. എന്തായാലും താൽക്കാലികമായി ഒരു വെടിനിർത്തൽ ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുകയാണ്. അശ്വതി. എറണാകുളം പറവൂർ കോട്ടുവള്ളിയിൽ പലിശയ്ക്ക് പണം കടം കൊടുത്തവരുടെ ഭീഷണിയെ തുടർന്ന് വീട്ടമ്മ ജീവനൊടുക്കിയ സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്ത് പോലീസ്. പ്രതികളായ ബിന്ദുവും ഭർത്താവ് പ്രദീപ് കുമാറും ഒളിവിലാണെന്നും ഇരുവരെയും ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്നും പറവൂർ പോലീസ് അറിയിച്ചു. മരിച്ച ആശയും ബിന്ദുവും തമ്മിൽ നടത്തിയ ലക്ഷങ്ങളുടെ സാമ്പത്തിക ഇടപാടും അന്വേഷിക്കുന്നുണ്ട്. പോലീസിന്റെ വീഴ്ചയാണ് ആശയുടെ മരണത്തിന് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. പറവൂർ കോട്ടുവള്ളി സ്വദേശിനി ആശയെ ഇന്നലെയാണ് പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആശയുടെ ആത്മഹത്യാക്കുറിപ്പിൽ അയൽവാസിയായ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ ബിന്ദുവിൽ നിന്നും 10 ലക്ഷം രൂപ കടം വാങ്ങിയെന്നും ഇത് തിരിച്ചു നൽകിയിട്ടും പലിശയും പലിശയ്ക്കുമേൽ പലിശയും ചോദിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും പറയുന്നു. പോലീസ് സ്റ്റേഷനിലും വീട്ടിലും നടന്ന ഭീഷണിപ്പെടുത്തലിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പറവൂർ പോലീസ് പ്രദീപ് കുമാറിനും ബിന്ദുവിനുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയത്. സാമ്പത്തിക ഇടപാടിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസ് പറയുന്നു. ലഭിച്ച പണം ആശ എങ്ങനെ വിനിയോഗിച്ചു എന്നും അന്വേഷിക്കുന്നുണ്ട്. പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്ന് കുടുംബം ആരോപിച്ചു. വീണ്ടും ഭീഷണിപ്പെടുത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാള് പോലീസ് റിട്ടയർഡ് ഡ്രൈവറാണ്, അവിടെ വർക്ക് ചെയ്തിരുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അവിടെ വെച്ചും അയാൾക്കൊരു കുഞ്ഞ് ഫ്രീഡം ഉണ്ടായിരുന്നു നമുക്ക് ഒരു ഇതുണ്ട്. അപ്പൊ പോലീസിന്റെ ഭാഗത്തും വീഴ്ച ഉണ്ടെന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ശക്തമായിട്ട് ഇടപെട്ടിരുന്നെങ്കിൽ ആൾക്ക് ഇങ്ങനത്തെ ഒരു ഇത് പറ്റില്ലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. 2018 വരാപ്പുഴ ഉരുട്ടിക്കൊല കേസുമായി ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങിയ കേസിലെ പ്രതിയാണ് പ്രദീപ്. അന്ന് പോലീസ് മർദ്ദനത്തിൽ കൊല്ലപ്പെട്ട ശ്രീജിത്തിന്റെ ബന്ധുക്കളോട് പോലീസ് ഡ്രൈവറായിരുന്ന പ്രദീപ് കൈക്കൂലി ചോദിച്ചതും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ നടപടി നേരിട്ടതുമാണ്. ആശയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. കേസ് മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കും. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുകയാണ്. നവമി, പോലീസ് ഈ കേസ് അന്വേഷണത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഈ ആശ ഇത്രയും അധികം പണം ഇവരുടെ പക്കൽ നിന്നും വാങ്ങിച്ചത് എന്തിനെന്ന് പോലും കുടുംബത്തിന് പോലും അറിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവർ എങ്ങനെ തിരിച്ചടച്ചു എന്നത് സംബന്ധിച്ചും അവർക്ക് സംശയങ്ങളുണ്ട്, അല്ലേ? അശ്വതി, പോലീസിനും അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് സംശയങ്ങളുണ്ട്. എങ്ങനെയാണ് ഇത്രയും വലിയ തുക, എന്തിനാണ് ഇത്രയും വലിയ തുക ബിന്ദുവിൽ നിന്നും ആശ വാങ്ങിയത്? അത് കുടുംബം പോലും അറിയാതെ വാങ്ങി. ആദ്യം ആശ ഒരു ആത്മഹത്യാ ശ്രമം നടത്തി. അതിനെ തുടർന്നാണ് കുടുംബം ഇക്കാര്യങ്ങളൊക്കെ അറിയുന്നത്.
പിന്നീട് കഴിഞ്ഞ ദിവസം നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ബിന്ദുവിൻ്റെ കുടുംബം എത്തി, ആശയുടെ വീട്ടിലെത്തി, വലിയ ഭീഷണി ഉണ്ടാകുന്നു, പിന്നീട് പോലീസ് കേസാകുന്നു. ആ രീതിയിലേക്ക് നടപടികൾ പോകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി പുറത്തു വരുന്നത്, പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്, ആശ ബിന്ദുവിൽ നിന്ന് മാത്രമല്ല മറ്റ് പലരിൽ നിന്നും ഇത്തരത്തിൽ വലിയ തുക കടം വാങ്ങിയിട്ടുണ്ട്. അവരും കഴിഞ്ഞ ദിവസങ്ങളിൽ ആശയുടെ വീട്ടിൽ മുന്നിലെത്തി ആശയുമായി സംസാരിക്കുകയും തുക തിരിച്ചു നൽകണമെന്ന് പറയുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇത്രയും വലിയ തുക ആശ ഇവരിൽ നിന്നും വാങ്ങിയത്? അത് കുടുംബം അറിയാതെ വാങ്ങുന്നു. പിന്നെ എങ്ങനെയാണ് കുറച്ചായിട്ടെങ്കിലും ഈ പണം തിരികെ നൽകിയത് എന്നതിലൊക്കെ പോലീസിന് വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ആശയുടെ ഫോൺ പരിശോധിച്ചിട്ടുണ്ട്. അതിലെ മൊബൈൽ ബാങ്ക് ഡീറ്റെയിൽസുകളും ഗൂഗിൾ പേ അടക്കമുള്ള ഇവയെല്ലാം പരിശോധിച്ചതിൽ നിന്നും പോലീസ് പറയുന്നത് കുറച്ച് തുകയായി 1000 രൂപ 2000 രൂപയായിട്ടൊക്കെയാണ് പലർക്കും തിരികെ നൽകിയിട്ടുള്ളത്. കൂടുതൽ തുക കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന് കൃത്യമായിട്ടുള്ള രേഖകളില്ല. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം എവിടെ നിന്നാണ്? ബിന്ദു ജോലിയില്ലാത്ത ഒരു വീട്ടമ്മ കൂടിയാണ് ആശ. ആശയ്ക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ തുകകൾ കയ്യിൽ കിട്ടുന്നത്? ആരിലേക്കാണ് ഇത് പോകുന്നത്? ആശയും ഇതുപോലെ പലിശയ്ക്ക് കടം കൊടുക്കുന്ന സ്വഭാവമുണ്ടോ എന്നതൊക്കെ പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ ബിന്ദുവിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ, ബിന്ദുവിൻ്റെ ഭർത്താവ് പ്രദീപ് അയാൾ ഒരു സസ്പെൻഷനിലായിട്ട്, ഒരു പോലീസ് ഡ്രൈവറാണ്, സസ്പെൻഷനിലായിരുന്നുണ്ട്. അങ്ങനെ പോലീസിൻ്റെ ആനുകൂല്യങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. റിട്ടയർ ആയ വ്യക്തിയാണ്, ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ശ്രീജിത്തിൻ്റെ ഉരുട്ടിക്കൊല കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ വിധേയമായിട്ട് ആ കേസ് കോടതിയിൽ നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അയാൾക്ക് എങ്ങനെയാണ് ഇത്രയും പണം വരുന്നത്? ഈ പെൻഷൻ ഒന്നും കിട്ടാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത്രയും പണം സമ്പാദിക്കാൻ കഴിയുന്നത്? ഇവരുടെ വീട്ടിലടക്കം പോലീസ് എത്തി പരിശോധന നടത്തി. ഇവരുടെ സാമ്പത്തിക ഇടപാടുകളും പോലീസ് സംശയിക്കുന്നുണ്ട്. അതൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ഇരു കൂട്ടരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ടെന്ന് തന്നെയാണ് പോലീസ് ഉറപ്പിച്ച് പറയുന്നത്. ഒപ്പം ആശ മറ്റ് പലരിൽ നിന്നും പണം ഇതുപോലെ കടം വാങ്ങിയിട്ടുണ്ട്. ലക്ഷങ്ങളുടെ ഇടപാടുകൾ ആശ നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത്. കാരണം ആശയുടെ ആത്മഹത്യാ കുറിപ്പിലടക്കം ഇവരുടെ പേരുകൾ പരാമർശിക്കുന്ന സാഹചര്യത്തിലാണ് ആ ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. മുൻപ് DYSPക്കാണ് അന്വേഷണ ചുമതല. എന്തായാലും അല്പസമയം മുമ്പാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകിയത്. വൈകിട്ടോടുകൂടി സംസ്കാരമുണ്ടാകും. നിയമപരമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. ശരി നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ 4ാം പ്രതി അനിൽകുമാറിന് പരോൾ അനുവദിച്ചു. 1 മാസത്തേക്കാണ് പരോൾ നൽകിയത്. ബേക്കൽ സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്ന നിർദ്ദേശത്തിലാണ് പരോൾ അനുവദിച്ചത്. കോഴിക്കോട് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. ചേളാരി സ്വദേശിയായ 11 വയസ്സുള്ള കുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം മരിച്ച താമരശ്ശേരി സ്വദേശിനിയുടെ സഹോദരങ്ങളുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. പനി ബാധിച്ച ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 11 വയസ്സുകാരിയുടെ ആരോഗ്യനില ഗുരുതരമായതോടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മെഡിക്കൽ കോളേജ് മൈക്രോബയോളജി ലാബിൽ നടത്തിയ പരിശോധനയിൽ കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരമുണ്ടെന്ന് സ്ഥിരീകരിക്കുകയും പിന്നീട് ചികിത്സയിൽ പ്രവേശിക്കുകയുമായിരുന്നു. നിലവിൽ കോഴിക്കോട് ജില്ലയിൽ മാത്രം 3 പേർക്കാണ് മസ്തിഷ്ക രോഗം സ്ഥിരീകരിച്ച് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നത്. 3 മാസം പ്രായമുള്ള കുട്ടിക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രോഗം സ്ഥിരീകരിച്ചിരുന്നു. ആ കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് കുട്ടി ഇപ്പോൾ ഉള്ളത്. 49-കാരനായ മറ്റൊരാൾക്കും രോഗം സ്ഥിരീകരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഏതാണ്ട് തൃപ്തികരമായി പോകുന്നു എന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. കഴിഞ്ഞ ആഴ്ചയിലാണ് താമരശ്ശേരി സ്വദേശിനിയായ 9 വയസ്സുകാരി മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പനി ബാധിച്ച് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും അവിടെ വെച്ച് മരണം സംഭവിക്കുമായിരുന്നു. മരണശേഷം നടത്തിയ പരിശോധനയിലാണ് കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. ഈ കുട്ടിയോടൊപ്പം ഈ കുട്ടി കുളത്തിൽ കുളിച്ച സഹോദരങ്ങളായ 2 പേർക്കും പിന്നീട് പനി ബാധിച്ചിരുന്നു. ഇതിൽ ഒരു കുട്ടിയുടെ കൂടുതൽ കടുത്ത പനി അനുഭവപ്പെടുകയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് 2 പേരെയും മാറ്റുകയും ചെയ്തു. എന്നാൽ 2 തവണ മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലും ഇരുവർക്കും അമീബിക് മസ്തിഷ്ക ജ്വരമല്ല എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്ത് രോഗമാണ് കുട്ടികൾക്കുള്ളത് എന്ന് കണ്ടെത്താനായി കൂടുതൽ പരിശോധനകൾ നടത്തുമെന്ന്
എന്നും കുട്ടികൾ അറിയിക്കുന്നു. ഇതിൽ ആരോഗ്യ വകുപ്പ് അധികൃതർ അറിയിക്കുന്നു. ഇതിൽ ഈ ആൺകുട്ടിയുടെക്ക് ഇടവിട്ട് പനി വരുന്നതാണ് ആശങ്ക ഉണ്ടാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ആരോഗ്യവകുപ്പ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. രോഗിയിൽ നിന്നും മറ്റൊരു രോഗിയിലേക്ക് നേരിട്ട് രോഗം പകരില്ല. ജലസ്രോതസ്സുകൾ ശുചിയായി സൂക്ഷിക്കുക. ഒപ്പം നീന്തൽക്കുളത്തിലും മറ്റുമൊക്കെ നീന്താൻ ഇറങ്ങുന്നവരും കുളിക്കാൻ ഇറങ്ങുന്നവരും മൂക്കും ചെവിയും മൂടിക്കെട്ടി ഇറങ്ങുക തുടങ്ങിയ നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയ്ക്ക് നേരെ ആക്രമണം. ഔദ്യോഗിക വസതിയിലെ പ്രതിവാര ജനസമ്പർക്ക പരിപാടിക്കിടെയായിരുന്നു സംഭവം. പരാതി നൽകാനെന്ന വ്യാജേന എത്തിയ ആൾ മുഖ്യമന്ത്രിയുടെ മുടിയിൽ പിടിച്ചു വലിക്കുകയും മുഖത്തടിക്കുകയുമായിരുന്നു. തലയ്ക്ക് നിസ്സാര പരിക്കേറ്റ രേഖ ഗുപ്ത ആശുപത്രിയിൽ ചികിത്സ തേടി. എല്ലാ ബുധനാഴ്ചയും ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത ഔദ്യോഗിക വസതിയിൽ വെച്ച് നടത്താറുള്ള ജനസമ്പർക്ക പരിപാടിക്കിടെയായിരുന്നു അപ്രതീക്ഷിത ആക്രമണം. പരാതി നൽകാനെന്ന വ്യാജേന എത്തിയ ആളായിരുന്നു ആക്രമണം നടത്തിയത്. ഇയാൾ രേഖ ഗുപ്തയുടെ മുടിയിൽ പിടിച്ചു വലിക്കുകയും മുഖത്ത് അടിക്കുകയും ചെയ്തു. ഉടൻ തന്നെ ജനങ്ങൾ ഇയാളെ കീഴ്പ്പെടുത്തി പോലീസിന് കൈമാറി. 41-കാരനായ രാജേഷ് ഭായ് കിംജി എന്നയാളാണ് അക്രമി. ഗുജറാത്തിലെ രാജ്കോട്ട് സ്വദേശിയായ ഇയാളെ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. അതേസമയം ഇയാൾ മൃഗസ്നേഹിയാണെന്നും തെരുവു നായ്ക്കളെ മുഴുവൻ ഷെൽട്ടറുകളിലേക്ക് മാറ്റാനുള്ള നടപടിയിൽ പ്രതിഷേധം രേഖപ്പെടുത്താനാണ് ഡൽഹിയിലേക്ക് എത്തിയതെന്നും രാകേഷിന്റെ അമ്മ പറഞ്ഞു. തലയ്ക്ക് നേരിയ പരിക്കേറ്റ രേഖ ഗുപ്ത ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തെ BJP അപലപിച്ചു. മുഖ്യമന്ത്രി ആരോഗ്യവതിയാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഡൽഹി BJP अध्यक्ष वीरेंद्र सचदेवा व्यक्तमाकी. मुख्यमंत्री की हालत अभी स्थिर है, डॉक्टर्स उनको देख चुके हैं. सदमा जरूर लगा है जिससे उनको थोड़ी चिंता हुई है, लेकिन हमने मुख्यमंत्री से मैं मिलकर आया हूं और उस बहन को मजबूत महिला है, वो जानती हैं कि उनकी कमिटमेंट दिल्ली के लिए है और उन्होंने इस बात को स्वीकार किया है कि मैं अपने रोजमर्रा के कामों से नहीं रुकूंगी. ദൗർഭാഗ്യകരമായ സംഭവമാണ് നടന്നതെന്ന് ഡൽഹി കോൺഗ്രസ് പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രി പോലും ഡൽഹിയിൽ സുരക്ഷിതയല്ലെങ്കിൽ സാധാരണക്കാരായ സ്ത്രീകളുടെ അവസ്ഥ എന്താകുമെന്ന് സംസ്ഥാനത്തെ കോൺഗ്രസ് അധ്യക്ഷൻ ദേവേന്ദ്ര യാദവ് ചോദിച്ചു. സംഭവം ആഭ്യന്തര വകുപ്പിന് ഗുരുതര വീഴ്ചയാണെന്നും അമിത്ഷാ മറുപടി പറയണമെന്നും കോൺഗ്രസ് നേതാവ് ഉദിത് രാജ് കുറ്റപ്പെടുത്തി. അക്രമത്തെ അപലപിച്ച മുൻ ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അതിഷി ജനാധിപത്യത്തിൽ അക്രമത്തിന് സ്ഥാനമില്ലെന്ന് എക്സിൽ കുറിച്ചു. ഡൽഹിയിലെ BJP MPമാർ രേഖ ഗുപ്തയെ സന്ദർശിച്ചു. സംഭവത്തെ തുടർന്ന് ഡൽഹി പോലീസ് ഉന്നതതല യോഗം ചേർന്നു. മുഖ്യമന്ത്രിയുടെ വസതിയിലെ സുരക്ഷാ വലയം വർദ്ധിപ്പിക്കും. കമ്മീഷണർ സ്ഥലത്തെത്തി സാഹചര്യം വിലയിരുത്തി. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. 30 ദിവസത്തിലേറെ കസ്റ്റഡിയിലായാൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുത്തുന്ന ഭരണഘടനാ ഭേദഗതിയുമായി കേന്ദ്ര സർക്കാർ. ബില്ലിനെ എതിർക്കുന്ന പ്രതിപക്ഷ നീക്കം തള്ളി ശശി തരൂർ പരസ്യമായി രംഗത്തുവന്നു. സാമാന്യയുക്തിയിൽ ബോധ്യമാകുന്നതാണ് എന്നും ബില്ലിൽ കുഴപ്പമില്ലെന്നും തരൂർ പ്രതികരിച്ചു. 5 വർഷത്തിലേറെ ശിക്ഷ ലഭിക്കുന്ന കുറ്റങ്ങളിൽ അറസ്റ്റിലായി 30 ദിവസത്തിലേറെ കസ്റ്റഡിയിൽ തുടർന്നാൽ മന്ത്രിമാരുടെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന് വ്യവസ്ഥ ചെയ്യുന്നതാണ് ബിൽ. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 2 തവണ നിർത്തിവെച്ച ലോക്സഭ ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങുമ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബിൽ അവതരിപ്പിക്കും. അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച പ്രതിപക്ഷ നേതാക്കളുടെ സ്ഥാനം നഷ്ടപ്പെടുത്താനുള്ള നീക്കമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കിരൺ ബാബു വിവരങ്ങളുമായി ചേരുന്നു. കിരൺ, വീണ്ടും പലതവണ സഭ തടസ്സപ്പെട്ടിരുന്നു. 2 മണിക്ക് ചേരും ഈ ബിൽ അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെയാണ് കരുതേണ്ടത്? അശ്വതി, ഏറ്റവും പുതിയ വിവരം ഈ ബില്ലിനെതിരായ പ്രതിപക്ഷ നീക്കത്തെ തള്ളിക്കൊണ്ട് ശശി തരൂർ രംഗത്ത് വന്നു എന്നുള്ളതാണ്. ശശി തരൂരിൻ്റെ വാദമനുസരിച്ചാണെങ്കിൽ സാമാന്യ യുക്തി ഉള്ള ഒരാൾക്ക് ഇത് ബോധ്യമാകുന്ന ഒരു ബില്ലാണ്, ഇതിനെ എതിർക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിലാണ് ശശി തരൂർ നിൽക്കുന്നത്. സ്വാഭാവികമായും പ്രതിപക്ഷ നിരക്ക് തന്നെ അതൊരു തിരിച്ചടിയാണ്. ശശി തരൂരിനെ പോലെ തലമുതിർന്ന ഒരു നേതാവ് ബില്ലിനെ അനുകൂലിക്കുന്ന നിലപാട് സ്വീകരിച്ചത്. വോട്ട് ചോരി ആരോപണം ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുന്നതിനിടയിലാണ് ഒരു ഭരണഘടനാ ഭേദഗതി ബില്ലുമായി കേന്ദ്ര സർക്കാർ വരുന്നത്. ഇത് ഭരണഘടനാ ഭേദഗതി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം ഒരു ബില്ല് പാസ്സാക്കാൻ കഴിയൂ. 3/2 ഭൂരിപക്ഷം ലോക്സഭയിലും അതോടൊപ്പം തന്നെ രാജ്യസഭയിലും വേണം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഭൂരിപക്ഷം ഭരണപക്ഷത്തിനില്ല. 543 അംഗ ലോക്സഭയിൽ 363 അംഗങ്ങളുടെ ഭൂരിപക്ഷവും 245 അംഗ രാജ്യസഭയിൽ 165 അംഗങ്ങളുടെ ഭൂരിപക്ഷവുമാണ് വേണ്ടത്. എന്നാൽ നിലവിൽ 543 അംഗ ലോക്സഭയിലേക്ക് 293 പേരുടെ ഭൂരിപക്ഷമാണ് അല്ലെങ്കിൽ പിന്തുണയാണ് ഇപ്പോൾ NDAക്കുള്ളത്. അത് 363 പേരുടെ പിന്തുണ ലഭിച്ചെങ്കിൽ മാത്രമേ അത്
പാസ്സാക്കാൻ കഴിയൂ. രാജ്യസഭയിൽ 132 പേരുടെ പിന്തുണയാണ് നിലവിലുള്ളത്. 165 അവിടെ വേണ്ടത്. ഇനി BJDയുടെയോ YSR കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെയൊക്കെ പിന്തുണ ലഭിച്ചാൽ പോലും ഇങ്ങനെ 3/2 ഭൂരിപക്ഷത്തോടു കൂടി അവിടെ ഇത് പാസ്സാക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാർ മറ്റൊന്നുകൂടിയുണ്ട്. വോട്ട് ചോരി ആരോപണവുമായി പ്രതിപക്ഷം ശക്തമായി നിൽക്കുമ്പോൾ അതിനെതിരെ ഒരു ബദൽ നീക്കം എന്ന നിലയിൽ കൂടിയാണ് ഇത്തരം ഒരു വിഷയം കൊണ്ടുവരുന്നത്. 5 വർഷത്തിന് ശേഷം ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള കേസുകളിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ്, അത് പ്രധാനമന്ത്രി ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ആയിക്കോട്ടെ, മന്ത്രി ആയിക്കോട്ടെ, ആ മന്ത്രി കസ്റ്റഡിയിൽ 30 ദിവസം തുടർന്നു കഴിഞ്ഞാൽ 31ാം ദിവസം ഓട്ടോമാറ്റിക്കായി തന്നെ അവരുടെ മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം, പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടമാകും എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ കേൾക്കുമ്പോൾ കൊള്ളാവുന്ന ഒരു ബില്ല്. അങ്ങനെ നേരത്തെ അരവിന്ദ് കെജ്രിവാൾ അടക്കം ജയിലിൽ കിടക്കുമ്പോഴും മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ തടയാം എന്നുള്ളതാണ് ബില്ലിൽ പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം. എന്നാൽ പ്രതിപക്ഷം ഉയർത്തുന്നത് മറ്റൊരു കാര്യമാണ്. ഇപ്പോൾ വിവിധ കേന്ദ്ര സർക്കാർ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം സർക്കാരുകളെ നേരിടുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു ഏജൻസി ഒരു കേസെടുക്കുകയും ആ കേസിൽ 30 ദിവസം കസ്റ്റഡിയിൽ കിടക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് ഒരു മന്ത്രിയെ നീക്കാൻ അനായാസം തന്നെ കഴിയും. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണെങ്കിൽ ആ മന്ത്രിസഭ തന്നെ ഇല്ലാതെയാക്കുവാൻ കഴിയും. അത്തരമൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി പകപോക്കലോടുകൂടി നടത്തുന്ന നീക്കമായിട്ടാണ് പ്രധാനമായും പ്രതിപക്ഷം ഇതിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. ഇത് BJP ഈ ഇത്തരമൊരു ബില്ല് കൊണ്ടുവന്നാൽ സ്വാഭാവികമായി ഇപ്പോൾ BJP പിന്തുണയ്ക്കുന്ന TDP അടക്കമുള്ള പാർട്ടികൾക്കും JDU അടക്കമുള്ള പാർട്ടികൾക്കുമൊക്കെ ഇത് വെല്ലുവിളിയാകാൻ നാളെ സാധ്യതയുണ്ടെന്നും നിങ്ങൾക്ക് മേൽക്കൂടി തൂങ്ങുന്ന ഒരു വാളായി ഇത് മാറും എന്നുള്ളതും പ്രതിപക്ഷത്തിനെതിരെ ഇത്തരം ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സ്ഥാനം തെറിപ്പിക്കാൻ ഇതിനെ ഉപയോഗിക്കുമെന്നും അത് നിഷ്കളങ്കമായൊരു ബില്ല അല്ല, അതുകൊണ്ട് തന്നെ ഇത് പാസ്സാക്കാൻ അംഗീകരിക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷം നിൽക്കുന്നത്. പക്ഷേ ഭരണപക്ഷം ഉയർത്തുന്നത് മറ്റൊന്നാണ്. ഏത് കേസിൽപ്പെട്ട് ജയിലിൽ പോയാലും ഏത് കേസുകളിലായി ഇവരൊക്കെ വരുമ്പോഴും അവരുടെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുന്നില്ല. ധാർമ്മികതയുടെ പേരിൽ മാത്രമാണ് ചിലരെങ്കിലും രാജിവെക്കുന്നത്. അങ്ങനെ ധാർമ്മികത ഉയർത്തി രാജിവെക്കാതിരിക്കുന്ന സന്ദർഭങ്ങളും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ളവർ ജയിലിൽ കിടക്കേണ്ടതില്ല, അങ്ങനെയുള്ളവർ മന്ത്രിസ്ഥാനത്ത് തുടരേണ്ടതില്ല. അത് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അടക്കം ബാധകമല്ലേ എന്നുള്ള ചോദ്യവും ഭരണപക്ഷം ഉയർത്തുന്നുണ്ട്. എന്തായാലും ഇത് ഭരണഘടനാ ഭേദഗതി ആയതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ പാസ്സായി പോകുന്ന ഒന്നല്ല. എന്തായാലും ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കുമൊക്കെ വഴി തുറക്കുന്നത് കൂടിയാണ് ഈ ഭരണഘടനാ ഭേദഗതി ബിൽ. ശരി, ആർ കിരൺ ബാബു ആണ് വിശദവിവരങ്ങൾ നൽകിയത്. പുടിൻ സെലൻസ്കി ചർച്ച സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുകയാണ്. സമാധാന ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് അടുത്ത ഘട്ട ചർച്ച മോസ്കോയിൽ വെച്ചാകാമെന്ന നിർദ്ദേശമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നോട്ട് വെച്ചത്. എതിരാളിയുടെ തട്ടകത്തിൽ ചർച്ചയ്ക്ക് യുക്രൈൻ തയ്യാറാകില്ലെന്ന് ഉറപ്പാണ്. പുടിനുമായി ഫോണിൽ ചർച്ചകൾ തുടരുകയാണ് ഡൊണാൾഡ് ട്രംപ്. അതിനിടെ നാറ്റോ രാജ്യങ്ങളിലെ സൈനിക നേതാക്കൾ ഇന്ന് ചർച്ച നടത്തും. യുവ ഡോക്ടറെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിൽ റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. വേടന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്നും കോടതി ചോദിച്ചിരുന്നു. വിവാഹ വാഗ്ദാനം നൽകിയാണ് വേടൻ പീഡിപ്പിച്ചതെന്നും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാം ഉപേക്ഷിച്ചു പോയത് തന്നെ മാനസികമായി തകർത്തു എന്നുമായിരുന്നു പരാതിക്കാരിയുടെ വാദം. അതേസമയം ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ ഒളിവിൽ തന്നെയാണ് എന്ന് കൊച്ചി കമ്മീഷണർ പുട്ട വിമലാദിത്യ പ്രതികരിച്ചു. ഡാനി പോൾ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, ഒരു സമയത്ത് പോലീസ് വേടന് സംരക്ഷണം ഒരുക്കുന്നു എന്നതടക്കമുള്ള വലിയ ആരോപണങ്ങളൊക്കെ ഉയർന്ന സാഹചര്യമുണ്ടായിരുന്നു. അതേസമയം കോടതിയുടെ പരിഗണനയിലേക്ക് കേസ് വന്നപ്പോൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമില്ല എന്ന് കോടതി പറഞ്ഞു. ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? കോടതി 3 മണിയോടുകൂടിയാണ് ഈ കേസ് പരിഗണിക്കുന്നത്. ഏതായാലും ഈ കേസിൽ വാദങ്ങൾ ഇരയുടെ ഭാഗത്തുനിന്ന് ഇന്നലെ അവർക്ക് പറയാനുള്ളത് എന്ത് എന്നത് കോടതി ചോദിച്ചിരുന്നു. ഒപ്പം അവർ കക്ഷി ചേർക്കുമ്പോൾ അവർ ഒരു കാര്യം പറഞ്ഞത് മറ്റു കേസുകളും ഇതുപോലെ തന്നെ ഇത്തരം പരാതികൾ വേടനെതിരെ വന്നിട്ടുണ്ട് എന്നത് പറഞ്ഞു. കോടതി അത് പറഞ്ഞത് മറ്റു കേസുകളുടെ ഒരു കാര്യങ്ങൾ ഇപ്പോൾ ഇതിൽ പരിഗണിക്കേണ്ടതില്ല എങ്കിൽ കൂടിയും എന്താണ് നിലവിലുള്ള മറ്റു കേസുകൾ എന്നത്, മറ്റു സ്റ്റേഷനുകളിൽ വേടനെതിരായ പരാതികളുടെ സ്വഭാവം എന്താണ് എന്നത് കോടതി ഹാജരാക്കാനായിട്ട് സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങൾ കൂടി ഇന്ന് കോടതിക്ക് മുൻപാകെ വരും. നിലവിൽ ഇതിന്റെ ഒരു തീർപ്പാകും വരെയും കോടതി വേടന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. ഇതിൽ ഇയാൾ ഒളിവിൽ തന്നെയാണ്, അന്വേഷണം തുടരുന്നു എന്ന രീതിയിലാണ് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യനോട് പ്രതികരിച്ചത്. എന്തായാലും കോടതിക്ക് മുൻപാകെ വന്ന വാദങ്ങൾ ഇതെല്ലാം തന്നെ പരിഗണിക്കുമ്പോൾ കോടതി പറഞ്ഞൊരു കാര്യം, ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം അതെങ്ങനെ ബലാത്സംഗമാകുമെന്ന് കോടതി ചോദിച്ചിരുന്നു. പ്രധാനമായും അത് സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവിന്റെ കൂടി ഒരു അടിസ്ഥാനത്തിലെല്ലാം തന്നെയാണ് ഇത്തരം ഒരു ചോദ്യം ഉന്നയിച്ചത്. ഈ ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാകുമ്പോഴെല്ലാം ബലാത്സംഗമായി കണക്കാക്കാനാകില്ല എന്നതടക്കം കോടതി പറയുകയും ചെയ്തു.
ചെയ്തു. ഏതായാലും അത്തരം നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. നിലവിൽ കേസ് 3 മണിയോടുകൂടി പരിഗണിക്കും. മറ്റ് കേസുകൾ വേടനെതിരായ മറ്റ് ആരോപണങ്ങൾ വന്നിരിക്കുന്നത്, മറ്റ് പരാതികൾ വന്നിരിക്കുന്നത്, അതിന്റെ സ്വഭാവം കൂടി കോടതിയെ അറിയിക്കാനായിട്ടും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാർ അത്തരം വിശദാംശങ്ങൾ കൂടി ഇന്ന് കോടതിയിൽ അറിയിക്കും. ശരി ഡാനി. കൊട്ടാരക്കര ബീവറേജസിൽ ജീവനക്കാരനെ ബിയർ കുപ്പി കൊണ്ട് തലക്കടിച്ച കേസിൽ പ്രതികൾ പിടിയിൽ. പുനലൂർ ശാസ്താംകോണം സ്വദേശി രഞ്ജിത്ത്, വെട്ടിക്കവല സ്വദേശി ജിൻസൺ എന്നിവരാണ് പിടിയിലായത്. എസ് വിനീഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിനീഷ്, എവിടെ നിന്നാണ് ഇവരെ പിടികൂടിയത്? വിവരങ്ങൾ. അശ്വതി, വലിയൊരു സംഭവമായിരുന്നു. ഈ സംഭവം നടന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പ്രതികളെ പിടികൂടുന്നത്. കൊട്ടാരക്കര പോലീസിന്റെ സമഗ്രമായ ഒരു അന്വേഷണത്തിലാണ് പ്രതികളെ പിടിയിലായിരിക്കുന്നത്. ശാസ്താംകോണം സ്വദേശിയായ രഞ്ജിത്ത്, ഈ രഞ്ജിത്ത് വെട്ടിക്കവലയാണ് താമസമായിരിക്കുന്നത്. അതുപോലെ തന്നെ ജിൻസ് 32 വയസ്സുണ്ട്. ഇരുവരും സുഹൃത്തുക്കളാണ്. ഇവര് രണ്ടുപേരെയും ഒളിസങ്കേതത്തിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. അല്പസമയം മുന്നെയാണ് പിടിയിലായിരിക്കുന്നത്. ഇന്ന് തന്നെ ഇവരെ റിമാൻഡ് ചെയ്യുമെന്നാണ് അറിയുന്നത്. സംഭവം CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കൊട്ടാരക്കര പോലീസ് വലിയ രീതിയിൽ അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ ഇവർ ഒളിവിലായതുകൊണ്ട് പ്രതികളെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല. അല്പസമയം മുന്നെയാണ് പ്രതികളെ പിടിയിലായിരിക്കുന്നത്. ഇവരിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ മുൻപും ആബ്കാരി കേസുകളിൽ പ്രതികളാണ്, ശിക്ഷ അനുഭവിച്ചവരാണെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതുവരെ പിടിയിലായിട്ടുണ്ട് എന്നുള്ള വലിയൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരി വിനീഷ്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നു. കരംപൊറ്റ സ്വദേശി സന്തോഷാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ മൂങ്കിൽമട സ്വദേശി ആറുച്ചാമി പിടിയിലായി. സന്തോഷ് ഒറ്റയ്ക്കായിരുന്നു താമസം. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ അർദ്ധരാത്രിയാണ് പിടികൂടിയത്. ആറുച്ചാമിയുടെ ഭാര്യയാണ് കൊലപാതക വിവരം പോലീസിൽ അറിയിച്ചത്. പോലീസ് എത്തിയപ്പോൾ സന്തോഷ് മരിച്ച നിലയിലായിരുന്നു. സന്തോഷും ആറുച്ചാമിയും തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതക കാരണം. ആറുച്ചാമിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. പാലക്കാട് തൃത്താലയിൽ വധശ്രമ കേസിലെ പ്രതിയെ വീടിന്റെ മച്ചിൽ നിന്നും പോലീസ് പിടികൂടി. കപ്പൂർ കാഞ്ഞിരത്താണി സ്വദേശി സുൽത്താൻ റാഫിയാണ് പിടിയിലായത്. മൊബൈൽ ഫോൺ ലൊക്കേറ്റ് ചെയ്ത് നടത്തിയ പരിശോധനയിലാണ് പോലീസ് സുൽത്താനെ പിടികൂടിയത്. ഞാങ്ങാട്ടിരിയിൽ യുവാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ വധശ്രമത്തിന് സുൽത്താൻ റാഫിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ആക്രമണത്തിന് പിന്നാലെ ഒളിവിൽ പോയ സുൽത്താനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഞാങ്ങാട്ടിരിയിലെ വീടിന് സമീപത്തു നിന്നും സുൽത്താൻ റാഫിയുടെ മൊബൈൽ ഓൺ ആവുകയും ഇത് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. ഇയാളുടെ വീട്ടിൽ രഹസ്യ അറയുണ്ടെന്നും വിവരം ലഭിച്ചിരുന്നു. ഇടുക്കിയിൽ മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന അച്ഛൻ മരിച്ചു. രാജാക്കാട് സ്വദേശി വെട്ടിക്കുളം വീട്ടിൽ മധുവാണ് മരിച്ചത്. ഓഗസ്റ്റ് 14-നായിരുന്നു മകൻ സുധീഷ് അച്ഛനെ ക്രൂരമായി മർദ്ദിച്ചത്. തുടർന്ന് തൊടുപുഴ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മധു. ഇന്ന് രാവിലെയാണ് മരിച്ചത്. മദ്യപിച്ചെത്തിയ സുധീഷ് അമ്മയെ മർദ്ദിക്കുന്നത് കണ്ട പിതാവ് ചോദ്യം ചെയ്തതിനെ തുടർന്ന് മധുവിനെ മർദ്ദിക്കുകയായിരുന്നു. കോഴിക്കോട് NIT ക്യാമ്പസിന് മുന്നിൽ പ്രതിഷേധം. കോളേജ് ഹോസ്റ്റലിൽ നിന്നുള്ള മാലിന്യം സമീപത്തെ തട്ടൂർപൊയിൽ തോട്ടിലേക്ക് ഒഴുക്കുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം. ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു. ചാത്തമംഗലം പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് NIT കവാടത്തിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ ചാത്തമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഒളിക്കൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. നേരത്തെയും ഇതേപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. 2022 ആ സമയത്ത് ഞങ്ങൾ ഉടനെ തന്നെ ഇതിൻ്റെ ഉന്നത അധികാരികളുമായി ബന്ധപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചർച്ച നടക്കുകയുണ്ടായിരുന്നു. അന്ന് ചില തീരുമാനങ്ങൾ എടുത്താണ്. ആ തീരുമാനങ്ങൾ നടപ്പിലാകാത്തതിൻ്റെ ഭാഗമായിട്ടാണ് വീണ്ടും ഇത് ആവർത്തിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ രാത്രി സമയങ്ങളിലാണ് ഇവരിത് ഒഴുക്കിവിടുന്നത്. നല്ല മഴയുള്ള സമയത്ത് രാത്രി സമയങ്ങളിൽ ഒഴുക്കിവിട്ടാൽ അത് പരിസരത്തുള്ള ആളുകൾക്ക് പെട്ടെന്ന് അറിയില്ല. ഉറങ്ങുന്ന സമയത്താണല്ലോ. ഇപ്പം കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത് രാത്രി ആരോ ഒന്ന് പുറത്തിറങ്ങിയ സമയത്ത് ദുർഗന്ധം വമിച്ചത് കാരണമാണിത് അറിയാൻ കഴിഞ്ഞത്. 1000-ഓളം കുടുംബങ്ങൾ ഈ തോടിൻ്റെ ഇരുവശങ്ങളിലായി താമസിക്കുന്നത്. അവരെയൊക്കെ അണിനിരത്തിക്കൊണ്ട് വലിയ രൂപത്തിലുള്ള പ്രക്ഷോഭങ്ങളാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഉദ്യോഗസ്ഥരെ തടയുന്നത് ഉൾപ്പെടെയുള്ള വലിയ പ്രക്ഷോഭത്തിലേക്ക് ഇത് നീങ്ങും ഭാവിയിൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ.
ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയെന്ന അന്വേഷണ സമിതി. കൊടും ക്രിമിനലിന്റെ ജയിൽ ചാട്ടം ഞെട്ടിപ്പിക്കുന്നതെന്നും കണ്ടെത്തൽ. സെല്ലിലെ വണ്ണമുള്ള കമ്പി ഗോവിന്ദചാമി എങ്ങനെ മുറിച്ചുവെന്നും അന്വേഷണ സമിതി ചോദിക്കുന്നു. സുരക്ഷാ വീഴ്ചയുണ്ടായി. ജീവനക്കാർക്കും അധികൃതർക്കും വീഴ്ച സംഭവിച്ചു. പുറത്തുനിന്ന് സഹായം കിട്ടിയതായി കരുതുന്നില്ല. ജീവനക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ട്. 1/3 ജീവനക്കാർ മാത്രമാണുള്ളത്. ജയിലിലെ അവസ്ഥ വളരെ മോശമാണ്. സാഹചര്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും പഴക്കമുള്ള ജയിലിൽ അറ്റകുറ്റപ്പണിയും പുനർനിർമ്മാണവും ആവശ്യമുണ്ടെന്നും സമിതി പറഞ്ഞു. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, മുൻ DGP ജേക്കബ് പുന്നൂസ് എന്നിവരാണ് കമ്മീഷൻ അംഗങ്ങൾ. മൂവാറ്റുപുഴയിൽ സ്കൂൾ ബസ്സിന് പിന്നിൽ ടോറസ് ലോറി ഇടിച്ച അപകടം. 15 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഇന്ന് രാവിലെയാണ് മൂവാറ്റുപുഴ വിമലഗിരി ഇന്റർനാഷണൽ സ്കൂളിലെ ബസ് അപകടത്തിൽപ്പെട്ടത്. മണിയംകുളം കവലയിലായിരുന്നു അപകടം. സ്കൂൾ വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന വാഹനത്തിന് പിന്നിലേക്ക് വേഗത്തിലെത്തിയ ടോറസ് ലോറി ഇടിച്ചു കയറുകയായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാരാണ് വിദ്യാർത്ഥികളെ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. ടോറസ് ലോറിയുടെ അമിത വേഗത്തിനെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചു. മുംബൈയിൽ മഴയ്ക്ക് നേരിയ കുറവ്. ഇന്ന് നഗരത്തിൽ ഓറഞ്ച് അലർട്ടാണ്. സ്കൂളുകളും കോളേജുകളും തുറന്നു പ്രവർത്തിക്കുകയാണ്. വിവിധ സർവകലാശാലകൾ പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട്. നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ട് തുടരുന്നു. ഇത് പമ്പ് ഉപയോഗിച്ച് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങളും തുടരുന്നുണ്ട്. ട്രെയിൻ ഗതാഗതം സാധാരണ നിലയിലേക്ക് എത്തുന്നതായാണ് അറിയിപ്പ്. യാത്രക്കാരോട് വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ഇൻഡിഗോ, സ്പേസ് ജെറ്റ് എന്നീ വിമാന കമ്പനികൾ അറിയിച്ചിട്ടുണ്ട്. നാളെ മുംബൈയിൽ യെല്ലോ അലർട്ടാണ്. ഇതിനിടെ മഹാരാഷ്ട്രയിലെ മഴക്കെടുതിയിൽ ആകെ മരണം 24ആയി. അഹമ്മദാബാദിൽ 10ാം ക്ലാസ്സുകാരന്റെ കൊലപാതകത്തിൽ പ്രതിഷേധവുമായി ബന്ധുക്കൾ. സ്കൂളിന് മുന്നിൽ തടിച്ചുകൂടിയ ഇവർ പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും മർദ്ദിച്ചു. സ്കൂൾ ബസ്സുകളും മറ്റ് വാഹനങ്ങളും പ്രതിഷേധക്കാർ അടിച്ചു തകർത്തു. ABVPയും വിഷയത്തിൽ പ്രതിഷേധിച്ചു. 8ാം ക്ലാസ്സുകാരനായ മറ്റൊരു വിദ്യാർത്ഥിയാണ് സ്കൂളിൽ വെച്ച് 10ാം ക്ലാസ്സുകാരനെ കുത്തിക്കൊന്നത്. കൊല്ലപ്പെട്ട കുട്ടിയുടെ ബന്ധുവുമായി ഉണ്ടായിരുന്ന പ്രശ്നത്തിന്റെ വൈരാഗ്യത്തിലായിരുന്നു ആക്രമണമെന്നാണ് സൂചന. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിലെ കുഴികളടച്ച നാട്ടുകാർ. ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെയാണ് നാട്ടുകാർ രംഗത്തിറങ്ങിയത്. അങ്ങാടിപ്പുറം മേൽപ്പാലത്തിലെ കുഴികൾ താൽക്കാലികമായി ക്വാറി വേസ്റ്റും മണ്ണും ഉപയോഗിച്ചാണ് അടച്ചത്. രാത്രിയാണ് കുഴികൾ മണ്ണിട്ട് നികത്തിയത്. ഇതോടെ ഗതാഗതക്കുരുക്കിന് ചെറിയ ആശ്വാസമുണ്ടായി. ഇതിനകം 4 തവണ നാട്ടുകാരുടെ നേതൃത്വത്തിൽ കുഴിയടക്കൽ നടത്തിയിട്ടുണ്ട്. നാട്ടുകാരും വ്യാപാരികളും മോട്ടോർ വാഹന തൊഴിലാളികളും ചേർന്നാണ് രാത്രി ജോലി കഴിഞ്ഞതിന് ശേഷം റോഡിലെത്തി കുഴികളടച്ചത്. അപകടം ഡെയിലി ഉള്ളതാണ്. എല്ലാ കാറും ഓരോ കാറും ഒരു 2-3 ലൈനായിട്ടല്ലേ വണ്ടി വരിക. അപ്പോൾ ആ ഒരു വണ്ടി വന്ന് കുഴി ചാടുമ്പോൾ അടുത്ത വണ്ടി വന്നിട്ട് അതിൻ്റെ പുറകിൽ ഇടിക്കും, അതിൻ്റെ അടുത്ത വണ്ടി ബാക്കിൽ ഇടിക്കും. അങ്ങനെ ഡെയിലി ഒരു 6-7 ആക്സിഡന്റ് ഉണ്ടാവണതാണ്. എല്ലാ ദിവസവും ഉണ്ടാവും. തൊട്ടപ്പുറത്തുള്ള കടക്കാരും ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരൊക്കെ പാടെ കൂടിയിട്ടാണ് ഇപ്പോൾ അതിൽ നമ്മൾ മെറ്റലും അപ്പുറത്ത് മണ്ണും വേസ്റ്റൊക്കെ നമ്മൾ ഇട്ടിട്ടുള്ളത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലെ മുതലേ ബ്ലോക്കാണ്. പ്രത്യേകിച്ച് ഈ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ രാവിലെ സമയത്തിന് എത്താൻ പറ്റില്ല. മടങ്ങിപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ഏകദേശം ജോലി 5 മണി കഴിഞ്ഞ് പോകുമ്പോൾ നാട്ടിലേക്ക് എത്തുമ്പോൾ 7-8 മണിയെത്തോളം. 4 പ്രാവശ്യമാണ് ഞങ്ങളിപ്പോൾ ഈ മണ്ണിട്ടത്. ഒരു കുഴിയടക്കാൻ ഇവരെ കൊണ്ട് കഴിയണില്ലെങ്കിൽ ഇവരൊക്കെ എന്തിനാ തീറ്റിപ്പോറ്റണെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. പറയാനുള്ളത് ഇവിടെ എല്ലാവർക്കും പറയാനുള്ളത് അതാണ്. ഈ 2 കുഴി അടച്ചാൽ തന്നെ ഇവിടുത്തെ ഒരുവിധ ബ്ലോക്ക് തീരാവുന്നതാണ്. മേൽപ്പാലത്തോട് ചേർന്നുള്ള 70 മീറ്ററോളം ഭാഗത്ത് മുൻപ് 2 ആഴ്ചയോളം റോഡ് അടച്ചിട്ട് കട്ട വിരിച്ചിരുന്നു. ഈ സമയത്ത് തന്നെ മേൽപ്പാലത്തിലെ കുഴികളും അടയ്ക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ ഇതിനുള്ള അനുമതി ആയിട്ടില്ല എന്നായിരുന്നു അധികൃതർ അറിയിച്ചത്. അങ്ങാടിപ്പുറത്ത് ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ ജനം നട്ടം തിരിയുകയാണ്. അടച്ച കുഴികൾ വീണ്ടും തുറക്കുമ്പോഴും അധികൃതർ നവീകരണത്തിന് വഴിയുണ്ടാക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 മലപ്പുറം. കൊല്ലം അഷ്ടമംഗലം മഹാവിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ ധ്വജ പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങൾ പുരോഗമിക്കുന്നു. ഇതിന്റെ ഭാഗമായി ധ്വജവൃക്ഷങ്ങളുടെ തൈലാധിവാസം നടത്തി. തന്ത്രി കണ്ഠര രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ക്ഷേത്രപന്തലിൽ പ്രത്യേകം തയ്യാറാക്കിയ എണ്ണത്തോണിയിൽ എണ്ണ നിക്ഷേപിക്കാൻ 100 കണക്കിന് ഭക്തജനങ്ങളാണ് ഒത്തുകൂടിയത്. കഴിഞ്ഞ മാസം 29-ന് എണ്ണക്കാച്ചൽ ചടങ്ങുകൾ ആചാരവിധി പ്രകാരം നടന്നിരുന്നു. 1650 ലിറ്റർ ശുദ്ധമായ എള്ളെണ്ണയും 65-ൽ പരം ഔഷധാങ്ങാടി കൂട്ടുകളും ചേർത്ത് ആചാര്യന്മാർ തയ്യാറാക്കിയ തൈലത്തോണിയിലേക്കാണ് ധ്വജവൃക്ഷങ്ങളെ കിടത്തിയത്. ഭക്തജനങ്ങളും എള്ളെണ്ണ സമർപ്പിച്ചിരുന്നു. ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠയിൽ ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ, തുടക്കം മുതൽ എത്താൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. അങ്ങനെ ഒരു അവസരം തന്ന ഈ ദേവസ്വം ബോർഡിനോട് വളരെ നന്ദി അറിയിക്കുക. ഏറ്റവും
പ്രധാനമായ ഒരു കാര്യം പറയുന്നത് ക്ഷേത്രത്തിന്റെ ഒരു ക്ഷേത്രത്തിലെ ദേവന്റെയും ദേവിയുടെയും ആത്മാംശം ഉൾക്കൊണ്ട ഒന്നാണ് കൊടിമരം. ആ കൊടിമരത്തിന്റെ പ്രതിഷ്ഠ നടക്കുക എന്ന് പറയുന്നത് ആ നാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തേക്കുമരങ്ങളാണ് ധ്വജവൃക്ഷങ്ങളായി ഉപയോഗിക്കുന്നത്. കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്നാണ് മരങ്ങൾ കണ്ടെത്തിയത്. സപ്തതി കാണിപ്പയ്യൂർ കുട്ടൻ നമ്പൂതിരിപ്പാടിന്റെ മേൽനോട്ടത്തിലാണ് ധ്വജവൃക്ഷങ്ങൾ രൂപപ്പെടുത്തുന്നത്. ക്ഷേത്രം തന്ത്രി കണ്ഠര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭക്തജന പങ്കാളിത്തത്തോടെയാണ് നേരിട്ടാണ് ഈ വർഷത്തെ ഈ കൊടിമരം നിർമ്മിക്കുന്നത്. അതിന്റെ രണ്ടാം ഘട്ടമായ തൈലാദിവാസം കഴിഞ്ഞു. ഇനി അടുത്ത ചെമ്പ് പറയും മറ്റു കാര്യങ്ങളും അതിന്റെ പണികളും ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. രാവിലെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നവാഹവും പ്രത്യേക പൂജകളും നടന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുനലൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ എസ് വിനോദ് കുമാർ, അഷ്ടമംഗലം സബ് ഗ്രൂപ്പ് ഓഫീസർ ഡി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ബി ജ്യോതിനാഥ്, എസ് അരുൺകുമാർ, MR വിനോദ്, ബിബിൻ, കെ പ്രഭ, അനന്തകുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് 18 കൊല്ലം. വടക്കൻ കേരളത്തിൽ കർക്കിടക തെയ്യങ്ങൾ അരങ്ങൊഴിഞ്ഞു. മടിയൻ കൂലോം ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ ആടിമാസ തെയ്യങ്ങൾ സംഗമിച്ച് ആടിയ ശേഷമാണ് ആചാരപൂർവ്വം മൊഴിചൊല്ലിയത്. ചിങ്ങം പിറന്നതോടെ കർക്കിടക തെയ്യങ്ങൾ അരങ്ങൊഴിഞ്ഞു. പഞ്ഞമാസമായ കർക്കിടകത്തിലെ ആദിവ്യാധികൾ അകറ്റാനാണ് കർക്കിടക തെയ്യങ്ങൾ ഗൃഹസന്ദർശനം നടത്തുന്നത്. അള്ളട സ്വരൂപത്തിന്റെ ആസ്ഥാനമായ മടിയൻകുലോം ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ മടിയൻകുലോത്ത് ആടിമാസ തെയ്യങ്ങൾ സംഗമിച്ചു. ക്ഷേത്രനടയിൽ ആടിയ ശേഷം തെയ്യങ്ങൾ തറവാടുകളിലേക്കും വീടുകളിലേക്കും പുറപ്പെടും. ആടി, വേടൻ, ഗളിഞ്ചൻ എന്നീ കുട്ടിത്തെയ്യങ്ങളുടെ ദേശസഞ്ചാരത്തിന് സമാപനം കുറിച്ചാണ് ചടങ്ങ് നടന്നത്. സാധാരണ തെയ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയ കുട്ടികളാണ് തെയ്യം കെട്ടിയാടുന്നത്. ക്ഷേത്രങ്ങളിലോ കാവുകളിലോ കെട്ടിയാടുന്നതിനു പകരം ഈ കുട്ടിത്തെയ്യങ്ങൾ ഓരോ വീടുകളിലും കയറിയിറങ്ങും. പാർവതിയും പരമേശ്വരനുമാണ് കുട്ടിത്തെയ്യങ്ങളുടെ അടിസ്ഥാനം. കോലധാരികളുടെ വീടുകളിൽ നിന്നും തെയ്യത്തിന്റെ ആടയാഭരണങ്ങളും വേഷങ്ങളും അണിഞ്ഞ ശേഷം 3 കുട്ടിത്തെയ്യങ്ങളും മടിയൻകുളം ക്ഷേത്രനടയിലെത്തും. ക്ഷേത്രനടയിലെത്തിയ തെയ്യങ്ങളെ തിരിതെളിച്ചു വരവേൽക്കും. തെയ്യങ്ങൾ ഭണ്ഡാരക്കാഴ്ച കണ്ട് മഞ്ഞക്കുറി തൊട്ട് അധികാരികളുടെ അനുവാദം ചോദിച്ച ശേഷം ക്ഷേത്രനടയിൽ നിന്നും ചുവടുവച്ചു. ആടിയും വേടനും ക്ഷേത്രനടയിലും ഗളിഞ്ചൻ ക്ഷേത്ര മതിൽക്കെട്ടിനു പുറത്തുമാണ് കെട്ടിയാടിയത്. പിന്നീട് 3 കുട്ടിത്തെയ്യങ്ങളും ക്ഷേത്രത്തിൽ സംഗമിച്ച ശേഷം ദേശാധിപനായ ക്ഷേത്രപാലകനെയും കാളരാത്രി അമ്മയെയും നടയിൽ ഭഗവതിയെയും മറ്റു ഉപദൈവങ്ങളെയും കണ്ട് വന്ദിച്ച് ചുറ്റുമുള്ള തറവാടുകളിലേക്കും വീടുകളിലേക്കും പുറപ്പെട്ടു. ശിവനും പാർവതിയും അർജുനനും അങ്ങനെ 3 ആടിവേടന്മാരെന്ന് പറയും. അങ്ങനെ 3 തെയ്യങ്ങൾ ഒന്നിച്ച് മടിയൻകുലത്ത് ആടിയിട്ട് ബാക്കി എല്ലാ വീടുകളിലേക്കും ആദിയും വ്യാധിയും തീർക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഇതുവരെയുള്ള കാലക്കേടുകളെല്ലാം തീർത്ത് അവർക്ക് പുതിയൊരു ചിങ്ങത്തിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഐശ്വര്യങ്ങളും സമൃദ്ധിയും ആയുസ്സും അതുപോലെ സമ്പത്തും കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതെന്നാണ് ഐതിഹ്യം. വീടുകളിൽ മഞ്ഞൾ, ചുണ്ണാമ്പ്, ഭസ്മം എന്നിവ കൊണ്ട് തയ്യാറാക്കിയ ഗുരുശി ഒഴിഞ്ഞ് കുട്ടിത്തെയ്യങ്ങളെ വരവേൽക്കും. ഗുരുശി വെള്ളം മുറ്റത്ത് കത്തിച്ചുവെച്ച തിരിക്ക് ചുറ്റും ഒഴുക്കുന്നതോടെ ദോഷങ്ങൾ പടിയിറങ്ങുമെന്നാണ് വിശ്വാസം. വീടുകളിലെയും തറവാടുകളിലെയും മുറ്റത്താടിയ തെയ്യങ്ങൾക്ക് കാണിക്കയും സമർപ്പിക്കും. തെയ്യം കലാകാരന്മാർക്ക് ഉപജീവനമാർഗമില്ലാത്ത കർക്കിടകത്തിൽ ദാരിദ്ര്യമകറ്റാനുള്ള ഒരു മാർഗം കൂടിയായിരുന്നു പണ്ടുകാലത്ത് കുട്ടിത്തെയ്യങ്ങളുടെ ദേശസഞ്ചാരം. വീടുകളിലെത്തുന്ന തെയ്യത്തിന് ദക്ഷിണയായി പണവും നെല്ലും തേങ്ങയും വെള്ളരിക്കയും നൽകും. വടക്കൻ കേരളത്തിൽ ചിങ്ങമാസ സംക്രമം വരെ ഇനി വീടുകളിലും തറവാട്ടുകളിലും മുറ്റത്ത് പൂക്കളം തീർക്കും. ന്യൂസ് 18 കാസർഗോഡ്. കായംകുളം നഗരസഭാ പരിധിയിലെ വേസ്റ്റ് പ്രതിസന്ധിക്ക് പരിഹാരം. വീടുകളിൽ നിന്ന് ഹരിതകർമ്മസേന 4 ടൺ വേസ്റ്റ് ശേഖരിച്ചു. തൂക്കമനുസരിച്ച് ചെറിയ തുകയും വിതരണം ചെയ്തതിനാൽ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും മികച്ച സഹകരണമുണ്ടായി. ചെറിയ വില നൽകിയാണ് വീടുകളിൽ നിന്ന് ഹരിതകർമ്മസേന ഉപയോഗശൂന്യമായ ഇലക്ട്രോണിക് സാധനങ്ങൾ ശേഖരിച്ചത്.
TV, മിക്സി, ഫാനുകൾ, തേപ്പുപെട്ടി, കമ്പ്യൂട്ടർ, എമർജൻസി എന്നിവ ഇതിൽപ്പെടും. ഓരോ സാധനത്തിന്റെയും തൂക്കമനുസരിച്ചാണ് വില. ആകെ 92,000 രൂപയാണ് മാലിന്യം ശേഖരിച്ചതിന് ഹരിതകർമ്മസേനയ്ക്ക് ചെലവായത്. ആക്രിക്കാരെടുക്കുമ്പോൾ അവർക്ക് വേണ്ടുന്ന സാധനം മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം തോട്ടിലും റോഡിലും അയ്യങ്ങളിലും ഒക്കെ കളയാണ് ചെയ്യുന്നത്. ഇത് ഞങ്ങളെടുത്ത് കൊടുക്കുമ്പോൾ ഈ മുഴുവൻ സാധനവും ഇവിടുന്ന് ക്ലീൻ കേരള കമ്പനി കൊണ്ടുപോവുകയാണ് ഇങ്ങോട്ട് കാഴ്ച തന്നിട്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഗുണഭോക്താക്കൾക്കും കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ വലിയൊരു കാൽവയ്പാണ് ഈ മാലിന്യ സംസ്കരണ രംഗത്ത്, വലിയൊരു കാൽവയ്പാണ് ഇവിടെ ഇപ്പം കായംകുളം നഗരസഭ നടത്തിയിട്ടുള്ളത്. ശേഖരിച്ച ഇലക്ട്രോണിക്സ് മാലിന്യം ക്ലീൻ കേരള കമ്പനിക്ക് നൽകി. കമ്പനി ഇതിന് ഹരിതകർമ്മസേനയ്ക്ക് പണം നൽകും. ഇലക്ട്രോണിക്സ് മാലിന്യം വിൽക്കുമ്പോൾ ലഭിക്കുന്ന പണത്തിന്റെ ഒരു വിഹിതമാണ് അവർക്ക് ലഭിക്കുക. എല്ലാ വർഷവും സമാനമായി വീടുകളിൽ നിന്ന് ഇലക്ട്രോണിക്സ് മാലിന്യം ശേഖരിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ നഗരത്തിൽ വേസ്റ്റ് ഉപേക്ഷിക്കുന്നതിന് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ക്ലീൻ കേരള കമ്പനി ഈ മാലിന്യങ്ങൾ സുരക്ഷിതമായി അതായത് പ്രോസസ്സ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ എത്തിച്ച് ഇത് സുരക്ഷിതമായി കൈയൊഴിയുകയാണ്. സാധാരണഗതിയിൽ നമ്മൾ മറ്റ് സ്ക്രാപ്പ് ഡീലേഴ്സിന് ആക്രിക്കച്ചവടക്കാർക്ക് നമ്മൾ ഇങ്ങനെയുള്ള മാലിന്യങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ അവർ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളവ തോട്ടിലേക്കും മറ്റ് പല സ്ഥലങ്ങളിലേക്കും വലിച്ചെറിയുന്ന ഒരു പ്രവണതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് സർക്കാർ ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളതും കായംകുളം നഗരസഭ ഇത് നടപ്പാക്കിയിട്ടുള്ളതും. ഇലക്ട്രോണിക്സ് മാലിന്യങ്ങൾ തൂക്കി നോക്കിയാണ് വീട്ടുകാർക്ക് വില നൽകുന്നത്. കിലോഗ്രാമിന് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവയ്ക്ക് 16 രൂപയും മിക്സിക്ക് 32, സീലിംഗ് ഫാനിന് 41, ടേബിൾ ഫാൻ 30, ലാപ്ടോപ്പ് 104, CPU 58, മോട്ടറിന് 46, സെൽഫോൺ 115, ഹാർഡ് ഡിസ്ക് 127 എന്നിങ്ങനെയാണ് വീട്ടുകാർക്ക് നൽകുന്ന റേറ്റ്. CFL, ട്യൂബ്ലൈറ്റ് എന്നിവ ശേഖരിക്കുമെങ്കിലും ഇവയ്ക്ക് പണം നൽകില്ല. ചെറിയ ഒരു തുക വീട്ടുകാർക്ക് നൽകുന്നതിനാൽ എല്ലാവരും സഹകരിക്കുന്നുണ്ടെന്നാണ് ഹരിതകർമ്മസേനാംഗങ്ങൾ പറയുന്നത്. ന്യൂസ് 18 കായംകുളം. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇനി സ്പോട്ട് ലൈവിൽ ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.